വിശ്വസിക്കാം യേശുവിനെ ഏറ്റവും പ്രിയനായോരേ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താതി. കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതരെ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പദ്ധതിയാണ്. ഉടമ്പടി ഇസ് ദ പ്രോജക്റ്റ് ഓഫ് പ്രോമിസ്. ആർക്കാണ് ആ പ്രോമിസ് ലഭിക്കണത്? ദൈവത്തിൻ്റെ വാഗ്ദാനം കിട്ടണത്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ദൈവം സത്യമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും സത്യമായിരിക്കും. അതുപോലെ ഇരിക്കുകയോ അല്ലെങ്കിൽ അതിനോട് അറ്റപ്പറ്റ സംഭവിക്കുകയോ അല്ല. ഷാർപ്പായിട്ട് അത് തന്നെ സംഭവിക്കും. ഇപ്പോൾ ഇന്നലെ സിംഗപ്പൂരിൽ നിന്നൊരു സഹോദരി എൻ്റെ വാട്സപ്പിലോട്ട്, എനിക്കവരറിയാൻ പാടില്ല, അവർക്ക് ചിലപ്പോൾ എൻ്റെ നമ്പർ എവിടെ നിന്നോ കിട്ടിയിട്ട് അവർ വാട്സപ്പിലോട്ട് ഒരു പാട്ടിട്ട്, നല്ല സുന്ദരമായ രീതിയിൽ നല്ല പ്രൊഫഷണൽ സിംഗറാണെന്ന് തോന്നുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അവർ തുടങ്ങുന്ന സഞ്ചാരി മാതാവേ എന്നാണ്, സഞ്ചാരി മാതാവേ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അച്ഛൻ സാംസൺ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഈ ലേഡി നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഈ സ്ഥലത്ത് ഉള്ളതാണ്, അവരിവിടെ അകലെ താമസിക്കണം, മറ്റു രാജ്യങ്ങളിലെ ജോലി സംബന്ധമായ കാര്യത്തിൽ. അച്ഛനെ അവരെ പേഴ്സണലായിട്ട് അറിയാം, അവരിങ്ങനെ അച്ഛനെ പാട്ടയക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം സഞ്ചാരി മാതാവ് സഞ്ചാരം ചെയ്ത് കൂടെ വരണ അവരനുഭവം അവർക്കുണ്ടായി. അപ്പോൾ അവരിന്ന് എഴുതി, കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെഴുതിയ നോട്ട് ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് എനിക്കിങ്ങനെ സെൻഡ് ചെയ്ത് തന്നു. നോട്ടിൻ്റെ ഫസ്റ്റ് പേജ്, അതായത് അവരാണത് എഴുതിയെന്ന് ആ പാട്ട് അച്ഛൻ അത് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവനും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അനുഭവത്തിൽ അവർ വളരെ ഹൃദ്യമായിട്ടൊരു അനുഭവമായിട്ട് പാടിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുണ്ട് ആ പാട്ട്, സൂപ്പറായിട്ടുണ്ട്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങളെല്ലാം അനുഭവിക്കുന്നൊരു വിഷയമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സഞ്ചാരി മാതാവിൻ്റെ കോൺസെപ്റ്റ് വന്നത്? അത് മരിയൻ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്, അല്ലേ? അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ ഈ ഉടമ്പടി എടുത്ത വ്യക്തി സത്യസന്ധനാണെങ്കിൽ അവസാനം വരെ നിൻ്റെ വിഷയം നിറവേറുവോളം നിൻ്റെ കൂടെ നിന്ന് അത് ചെയ്യിക്കും. മനസ്സിലാട്. അതെന്താ കാര്യം? അമ്മയുടെ ഒരു രീതിയാണ് ഈ കൂടെ നിൽക്കുക എന്നുള്ളത്. അമ്മയുടെ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അമ്മ എന്തുകൊണ്ടാണ് അമ്മയെ സെലക്ട് ചെയ്തത്? ദൈവം ഇത് ഏത് കുരിശാണെങ്കിലും കൂടെ നിൽക്കുമെന്ന് നല്ല ബോധമുള്ളത് കൊണ്ടാണ്. 1000 പുരുഷനായി കണ്ടു, ഞാൻ ആരെ സ്ത്രീയായി കണ്ടില്ലെന്ന് പറയത്തില്ലേ സഭാപ്രസംഗി, അല്ലേ? സഭാപ്രസംഗി 7:29 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സഭാപ്രസംഗി 7:28 1000 ഞാൻ പുരുഷനായി കണ്ടു എന്ന് പറഞ്ഞേ. 1000 ഞാൻ പുരുഷനായി കണ്ടു. എന്നാൽ ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല. എന്നിട്ട് എന്താ വെച്ചാല് ദൈവം നമ്മൾ ഈശോ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ അത് മനസ്സിലാക്കേണ്ടത്. ദൈവം ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ സ്വഭാവങ്ങളിൽ ഒന്നാണ് വിഷമസന്ധികളിലെ കൈവിടാതെ കൂടെ നിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം ഉദ്ദേശിക്കുന്ന ഇപ്പം അമ്മ എന്താണ് ആദ്യമേ കർത്താവ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോഴേ അമ്മ അതിന് മറുപടി പറഞ്ഞ എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Read it again.
ലൂക്ക 1:38. ലൂക്ക 1:38. മറിയം പറഞ്ഞു, പറഞ്ഞേ, മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പൊ എന്താ അവസാനം പറഞ്ഞ അവസാനം പറഞ്ഞ വാക്ക് എന്താ? നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോഴേ വാക്ക് ഏതറ്റം വരെ ജീവിതം പോയാലും വാക്ക് നിറവേറ്റുമെന്ന് മറിയത്തിൽ ദൈവം വിശ്വസിച്ചുകൊണ്ടാണ് അവരെ സ്ത്രീ എന്ന് വിളിച്ചത്. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ മഹത്വം കൊടുക്കുന്ന പങ്കാളികളാക്കിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 19:25 യോഹന്നാൻ 19:25. യേശുവിന്റെ കുരിശിനരികെ, യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ യേശുവിന്റെ അമ്മ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് മറ്റേ കക്ഷികളെല്ലാം അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ അടുത്ത വണ്ടിക്ക് വീട്ടിൽ പോയണം. നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? അമ്മ നിൽക്കുന്ന കൊണ്ടാണ്. നമ്മളീ കുരിശിൻ്റെ ചുവടിലേക്ക് ചില സമയത്ത് അതിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകില്ല. ജീവിതത്തിൻ്റെ കുരിശിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് നിൽക്കണത്? ആത്മഹത്യ ചെയ്യാതെയും അല്ലെങ്കിൽ മറ്റ് വിക്രിയകളൊന്നും ചെയ്യാതെ നിൽക്കുന്നത് എന്താണ്? അമ്മ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴേ ഇതാ കർത്താവിൻ്റെ ദാസി. എനിക്ക് തോന്നുന്നത് ഈ ലൂക്ക 2:38 1:38 ലൂക്ക 1:38 എന്താണ്? അങ്ങ് വാക്കെന്നിൽ നിറവേറട്ടെ, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ അവസാനത്തെ വാക്ക് എന്താണ്? നിറവേറട്ടെ എന്നുള്ളതാണ്. അതും യോഹന്നാൻ്റെ 19:25 തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതാണ്. അതെന്താ പറയണത്? യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ദാറ്റ് മീൻസ് എന്തിനാണ് നിൽക്കണത്? കർത്താവിൻ്റെ വാക്ക് നിറവേറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോഴാ നിപ്പിൻ്റെ വ്യാഖ്യാനം എന്താണ്? വെറുതെ നിന്നല്ല, വന്ന് അകപ്പെട്ടു പോയതല്ല. നമ്മൾ പറയണേ ഞങ്ങൾക്ക് എന്ത് വിധിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തലേ കൈവെക്കല്ലേ. ദാറ്റ് മീൻസ് സങ്കടം വരുമ്പോൾ അകപ്പെട്ടു പോകുന്നല്ലേ പറയണത്. മറിയം അകപ്പെട്ടതല്ല, മറിച്ച് എന്താണ്? അങ്ങയുടെ വാക്കിന് നിറവേറട്ടെ എന്ന് ആദ്യമേ കയറി അമ്മ സമർപ്പിച്ചിരുന്നു. ആ സമർപ്പണത്തിൻ്റെ, കർത്താവിൻ്റെ വാക്കിനോടുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ വചനം നിറവേറ്റാനാണ് അവൾ കുരിശിനെ ചുവട്ട് നിൽക്കുന്നത്. കൈയടിച്ച് കർത്താവ് ഇന്നലെ ഒരു റിയാലിറ്റി ഷോയിലുള്ള ആൾ, ഞാൻ സാക്ഷിയിട്ടിട്ടുണ്ട്, ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അയാൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ആൺകുഞ്ഞുങ്ങളെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു ആൺകുഞ്ഞും കൂടി വേണമെന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാം ഓക്കെ, ബ്രെയിനൊക്കെ ഓക്കെയാണ്, ഹാർട്ട് ഓക്കെയാണ്. പക്ഷെ ശ്വാസകോശം ചുങ്ങിപ്പോയതാണ്. അത് കുടലും പണ്ടവും എല്ലാം ഈ ആമാശയം ഉൾപ്പെടെ അങ്ങോട്ട് ഇടിച്ച് കയറി നിൽക്കണ കാരണം ശ്വാസകോശം ചെറുതായിപ്പോയി. അപ്പോൾ ഓക്സിജൻ എടുക്കണില്ല. അപ്പോൾ ഇത് അറിഞ്ഞോടുകൂടി ഇയാൾക്ക് ഭയങ്കരമായ കരച്ചിലാണ്. അയാൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഇമോഷൻ എങ്ങനെയാണ്, ചിരി വരുമ്പോൾ ഞാൻ നല്ലോണം ചിരിക്കും, കരച്ചിൽ കഴിഞ്ഞാൽ ഞാൻ വല്ലാത്ത രീതി കരയും, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. അയാളത് പറയുമ്പോൾ പോലും അയാൾ കരയണ രീതിയിലാണ് സംസാരിക്കണത്. അവസാനം ഇയാൾ അമ്മയെടുത്ത് വരും. അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം, അമ്മ വിചാരിച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
എന്നിട്ട് ഈ മനുഷ്യൻ എന്നിട്ട് ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഈ പതിരയും ശ്വാസകോശവും ഹൃദയവും എല്ലാം ഇങ്ങനെ അമങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ എന്തെങ്കിലും അമ്മയോട് ചെയ്ത ഉടമ്പടി നമുക്കറിയാം, ഇന്ന് പല മനുഷ്യരുടെയും ഒരു ആസ്തി ഒരു ആസ്തി ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയാണ്. കാര്യം അപ്പോഴും ആൾക്കാർ പറഞ്ഞത് എന്താണ്? സാറേ ഡോക്ടറെ ശരിയാകും, ഞങ്ങൾ ഉടമ്പടി. അപ്പോൾ ഡോക്ടറോട് പറയത്തില്ലെങ്കിൽ മനസ്സിൽ പറയാം, എന്താണ്? ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അമ്മയുമായിട്ട് ഞങ്ങൾ ഉടമ്പടി. മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന കാര്യം സത്യമാണ്. പക്ഷെ അതല്ല പ്രശ്നം. ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലേ, നിങ്ങൾ ലൈൻ വലിച്ചു എന്ന് പറഞ്ഞത് കാര്യം ശരിയാണ്, പക്ഷെ കറണ്ടുണ്ടോ, ഫീസ് പോയിരിക്കണം എന്നൊക്കെ നോക്കണം, ഇടക്ക് ചെക്ക് ചെയ്യണം. ലൈൻ വലിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് ഫീസ് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് തെളിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉടമ്പടി എടുത്താലും ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്താണ്? പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഉടമ്പടിയുടെ പ്രസൻസാണ്. പ്രസൻസ്. മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉടമ്പടിയുടെ ഈ പദ്ധതി പ്രയോഗങ്ങളെ നമുക്ക് തരുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് പ്രസൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാന്നിധ്യം. എനിക്ക് തോന്നുന്നത് ഇതാണ്, മറ്റ് പല വിഷയങ്ങളും വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളിലൊക്കെ ഒരു പരിവരെ നടക്കുമെങ്കിലും ഉടമ്പടി പ്രത്യേകിച്ച് വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ്, ഞാൻ എന്തുകൊണ്ട് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവേ ഉള്ളൂ. എന്താ കാര്യം? എൻ്റെ കൂടെ ദൈവം വരുമെന്ന് ഉടമ്പടി പ്രകാരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ദൈവം വരും. അത് സഞ്ചാരി മാതാവ് തൻ്റെ കൂടെ വരുന്നത് എല്ലാവരുടെയും അനുഭവമാണ്. കാര്യം ദൈവത്തിന് ആദ്യകാലം മുതലേ ഉള്ള ഒരു സത്യസന്ധമായ നിലപാടാണ് വിശ്വസിക്കുന്നതിൻ്റെ കൂടെ പോകണമെന്നുള്ളത്. അത് പുതിയതല്ല. വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ 23:20 എടുത്ത പുറപ്പാട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ പറഞ്ഞേ, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഈ ലാൻഡ് ആൻഡ് ലൈഫ് ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ലാൻഡ് ആൻഡ് ലൈഫ്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സം ടോട്ടൽ. അതിൻ്റെ തട്ടകം, ഒരു ജീവിതത്തിൻ്റെ തട്ടകം എന്താണ്? ജീവിതം മീൻസ് ലൈഫ്. ലൈഫിൻ്റെ തട്ടകം എന്താണ്? ലാൻഡാണ്. ലാൻഡ്. അതായത് ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള എല്ലാം എന്താണ്? ബേസിക് ആയിട്ടുള്ള ലാൻഡ്. അത് നിങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായത് എന്താണ്? അനുകൂലമായ സ്ഥലമാണ്. അനുകൂലമായ സ്ഥലം. അപ്പോൾ അനുകൂലമായ സ്ഥലം. ഇപ്പം ഞാൻ ഈ ജപ്തി നടപടിയൊക്കെ ആൾക്കാർ വരത്തില്ലേ? അപ്പോൾ ഞാനെന്താ, നിങ്ങൾ ജപ്തി നടപടിക്കാരെ പ്രത്യേകം കാണുന്ന എന്താ കാര്യം? അവിടെ വീട് സ്ഥലവും ജന്മാവകാശം നഷ്ടപ്പെടാൻ പോകുകയും അല്ലേ? അവിടെ ബൈബിളിനെ അത് റീസെറ്റ് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ വേറെ ഒരു പുസ്തകത്തെയും പറ്റത്തില്ല. എന്താ കാര്യം? ഇതെല്ലാം നീ ജനിക്കാൻ ഞാൻ ഇടയാക്കിയ സ്ഥലം, നിന്നെ ജന്മ അവകാശമായി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥലം, നിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥലം, ആ സ്ഥലം നിനക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ ആ സ്ഥലത്തേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുന്ന ദൈവമാണ്. കൈയിടിച്ച് കർത്താവ്. എസെക്കിയേൽ 37:14. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ഒന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ജപ്തി ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? ദൈവം നിനക്ക് തന്ന സ്വന്തം സ്ഥലത്ത് ആർക്കും എടുക്കാൻ പറ്റത്തില്ലത്. പക്ഷേ ഇത് എൻ്റെ ദൈവമായതിലെ നീ ഇത് പൂർണ്ണമായി വിശ്വസിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, അതായത് ഇവിടെ ആ വചനത്തിൻ്റെ ലൈൻ എന്താ? ലൈഫ് ആൻഡ് ലാൻഡാണ് വചനത്തിൽ പറയണത്. ലൈഫ് ആൻഡ് ലാൻഡ്. ഒന്ന് വായിച്ചോളൂ. എസെക്കിയേൽ 37:14. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഒന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കാം. നിങ്ങൾ ജീവിക്കും. അപ്പൊ ലൈഫായില്ലേ?
അല്ലേ? അപ്പം എങ്ങനെയാണ് നമുക്ക് ലൈഫ് നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരുന്നത്? ഇപ്പം ജോലി നഷ്ടപ്പെട്ടു, അല്ലേ? ജോലി നഷ്ടപ്പെട്ടു, പഠിത്തത്തിൽ തോറ്റു, അപ്പം നമ്മൾ ലൈഫ് പോവുകയാണ്, ഇല്ലേ? ലൈഫ് പോവുകയാണ്. നമുക്ക് ജോലി നഷ്ടപ്പെട്ടാലും OITക്ക് തോറ്റാലും ഒക്കെ എന്ത് സംഭവിക്കണത്? ഇൻ്റർവ്യൂവിന് തോറ്റാൽ നമുക്ക് എന്താ? വി ലോസ്റ്റ് അവർ ലൈഫ്, വി ആർ ലൂസിങ് അവർ ലൈഫ്. നമുക്ക് ലൈഫ് പോവുകയാണ്. പക്ഷേ എന്താ പറയണത്? ഈ ലൈഫ് എങ്ങനെ തിരിച്ചു പിടിക്കാം? പരീക്ഷ വന്ന് നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു, അങ്ങനെ നമുക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ പറ്റിയില്ല, അല്ല, അല്ലെങ്കിൽ PSCക്ക് കയറാൻ പറ്റിയില്ല. വി ആർ ലൂസിങ് അവർ ലൈഫ് വെൻ വി ലോസ്റ്റ്. അത് ഇത് ഓരോ വിഷയത്തിൽ, അതായത് ഇങ്ങനെ വന്നാൽ ലൈഫ് നഷ്ടപ്പെട്ടാൽ എങ്ങനെ തിരിച്ചു പിടിക്കാം? എങ്ങനെ തിരിച്ചു പിടിക്കണം? എസെക്കിയേൽ എന്താ പറയണത്? എസെക്കിയേൽ 37:14 എന്താ പറയണത്? എൻ്റെ ആത്മാവിനെ പറഞ്ഞേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. അപ്പം ജീവിക്കണവരുടെ കണ്ടല്ലേ? ജീവിക്കണം. അപ്പം ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷയോ അല്ലെങ്കിൽ കച്ചവടം പൂട്ടിപ്പോയി. ഇന്നലത്തെ ഒരു സത്യദാസിൻ്റെ സാക്ഷ്യം ട്രിവാൻഡ്രം ആണ്, അവിടുത്തെ ഇടവേക്കാരനാണ്. സത്യദാസ് എന്താ പറയുന്നത് വെച്ചാൽ, സത്യദാസിന് റീസർവേ പണ്ട് നടന്നപ്പോൾ പുള്ളിയുടെ 3 കട പുള്ളിക്കുണ്ടായിരുന്നു. 3 കച്ചവടം, പിടിയക്കട. അതിൽ 2 വേറെ ആൾക്കാരുടെ പേരിലായിപ്പോയി. വല്ല പരിപാടിയുണ്ട്. തല കുത്തി മറിഞ്ഞിട്ട് ഈ സാധനം പുള്ളിയുടെ പേരിലാക്കാൻ പറ്റണില്ല. ഈ റീസർവേ ഒക്കെ നടന്ന ആൾക്കാരൊക്കെ ഒന്ന് തിരക്കിപ്പോയി നോക്കണേ, ഞങ്ങളുടെ സ്ഥലത്തല്ലേ ഞങ്ങൾ ജീവിക്കണത്, ഞങ്ങളുടെ കയ്യിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല. സർക്കാരിൻ്റെ കയ്യിൽ, നിങ്ങളുടെ കയ്യിലല്ല ഇരിക്കണം, കണ്ടവൻ്റെ കയ്യിലായിരിക്കണം. ഇപ്പോൾ റീസർവേ നടന്ന കക്ഷികളൊക്കെ നേരെ പോയി വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇപ്പോഴും എത്രയും വേഗം അത് പോക്കുവരവ് ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ട് രസീത് വാങ്ങിച്ചേക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്ക്ക് സ്ഥലം ഉണ്ടാകത്തില്ല. സ്ഥലം കൂടുതലുള്ള ആൾക്കാർ അത് തന്നെ ചെയ്യേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ ഗവൺമെൻറ് അത് മിച്ചഭൂമിയാക്കി എടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങളെ ഈ വിഷയത്തിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആനുഷംഗികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇപ്പം സത്യദാസ് സംഭവിച്ചതാണ്. അയാളെ 2 കട പോയെന്നേ. അതന്നെയല്ലേ പഞ്ചായത്ത് ചെല്ലുമ്പോഴേ പഞ്ചായത്ത് വടിതടി ആയുധങ്ങളുടെ ഇയാളെ തല്ലാനും കൊല്ലാനും വന്ന പോലെയാണ് അവരിയ്ക്കണത്. ഇയാൾക്കൊരു സ്വാധീനമില്ല. ഈ കടയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ആ ഒരു കടയിൽ തന്നെ പോകാൻ ഇയാൾക്ക് പറ്റണില്ല. അത് കയ്യേറിയത് പോലെ ഇരിക്കണം. അപ്പം പേടിയാണ്. ഈ കടയുടെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ എല്ലാവർക്കും പനി വരും. ഒരു വിഷയം പണ പൂക്കണ്ടില്ലേ, അത്തരം ഒരു അവസ്ഥ. അവസാനം ഈ മനുഷ്യന് ചന്തയെ വെച്ച് കൃപാസനം പത്രം കിട്ടി. ഒരു സ്റ്റോറി പണ പോക്ക് നോക്കണം. സത്യദാസിന് കൃപാസനം പത്രം ചന്തയെ വെച്ച് കിട്ടി. കുറേ സാക്ഷ്യം വായിച്ചപ്പോൾ പുള്ളി വീട്ടിൽ വന്ന് പറഞ്ഞ്, എടി ഇവിടെ ഒന്ന് പോകാമെന്ന് തോന്നണം, നമ്മുടെ സ്ഥലം മാതാവെങ്ങാനും തിരിച്ചു തന്നാ, വേറെ മാർഗ്ഗമൊന്നും കണ്ടില്ലെന്ന് പറയും. ഈ മനുഷ്യൻ പെട്ടെന്ന് വിശ്വാസത്തോടെ പിറ്റേ ദിവസം സത്യദാസ് ഇവിടെ വരും, ഉടമ്പടി എടുക്കുമ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ 2 സാധനം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നെന്താണ്? ഉടമ്പടിയില്ല, അതിൻ്റെ കാശുരൂപം തന്നെയാണ് സാന്നിധ്യത്തിൻ്റെ. അതാണ് അത് പ്രപ്പോസ് ചെയ്ത്, അങ്ങനെയാണ് അത് വെഞ്ചരിച്ചിരിക്കണത്. അതുകൊണ്ടാണ് ഇത് മിസ് ചെയ്യരുതെന്ന് പറയണത്. ഇപ്പോൾ പുതിയ നിയമം ഇവിടെ പോകണമുണ്ടല്ലോ, അവർ 2 മാസമായിട്ട് ഉടമ്പടി കാശുരൂപം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടത്തില്ല. യു വിൽ നോട്ട് ഗിവ് ഇറ്റ്. പണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ അതും കൊടുക്കണില്ല. നിങ്ങൾ എന്ത് കാര്യം? അത് പ്രമാണം പോയ വല്ല ലക്ഷ്യമുണ്ട്? അത് ഉടമ്പടിയുടെ പ്രമാണമല്ലേ? ഉടമ്പടിയുടെ പ്രമാണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞാൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് മീൻസ് അത്രയും കെയർലെസ്സാണ് നിങ്ങൾ ഉടമ്പടി നിൽക്കാൻ അർഹതയില്ലെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കാശ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിനത് ഉരുപ്പടിയായി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണി ചെയ്യുക, വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഉടമ്പടി എടുപ്പിച്ചിട്ട് പുതിയ കാശ് വാങ്ങിക്കുക. അതേ നടക്കത്തുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ എന്തുകൊണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണത് ഇതൊന്നും നഷ്ടപ്പെടുത്തിയല്ല, ആർക്ക് കൊടുത്തതാണെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഉടമ്പടി ജ്ഞാപകം പോലെ ഉപയോഗിക്കേണ്ടതാണ്, അല്ലാതെ അതൊരു വിശുദ്ധ വസ്തു മാത്രമല്ല. നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണത്. അത് ഇവിടെ ചില ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാശുരൂപം കാണിക്കും. ഞങ്ങൾ പറഞ്ഞ കാശുരൂപം വേണ്ട, അപ്പം പത്രം തരാൻ പറയും. എന്താ കാര്യം? ആരാണ്ടിൻ്റെ കാശുരൂപം അനിയത്തിയുടെയോ ചേട്ടത്തിയുടെയോ നാട്ടുകാരുടെയോ അവിടുന്ന് എരവ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഉടമ്പടി എടുത്താൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി. ഇത് പറയാനാ? അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഉടമ്പടി കാശ് കളയരുത്. പിന്നെ അതിൻ്റെ കൊളുത്തു പോകുകയോ ആ ഉടമ്പടി കാശുരൂപത്തിൻ്റെ
പടം വെക്കുകയോ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പൈസ വരെ വാങ്ങിക്കാതെ അതേ കാശ് രൂപ തിരിച്ചു തരും. കാര്യം എന്താ, നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുകയാണ്, അതുകൊണ്ട് വി വിൽ ഗിവ് ഇറ്റ് ബാക്ക്. പക്ഷേ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല, അത് ഓർത്തേക്കണം. പിന്നെയുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണതിനെ മാർഗ്ഗം, വേറെ മാർഗ്ഗമില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്, എങ്ങനെയാണ് ലൈഫ് തിരിച്ചു പിടിക്കണത്, ലൈഫ് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക. ഇപ്പം സത്യദാസിൻ്റെ വിഷയം എന്താണ്? സത്യദാസ് ഉടമ്പടി എടുത്ത ശേഷം ഉടനെ അയാളത് പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. എൻ്റെ മക്കളെ, ഈ പൂർണ്ണമായി വിശ്വസിക്കാത്തൊരു ഉടമ്പടി എടുക്കരുത് കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാട്ടുകാരെടുത്തല്ലോ, വീട്ടുകാരെടുത്തല്ലോ, കൂട്ടുകാരെടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ദൈവവുമായിട്ടുള്ള ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിന് ആദ്യം തന്നെ നിങ്ങൾ ഈ പ്രമാണം വായിച്ച് കേൾക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പം നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ രജിസ്റ്റർ നമ്മളെന്താ ചോദിച്ചത്? പണം കൊടുത്തോ എന്ന് കൈപ്പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കൈപ്പറ്റിയെന്ന് പറയും, പണം കിട്ടിയെന്ന് പറയും. പിന്നെ മറ്റുള്ളവരോട് ചോദിക്കണത് എന്താണ്? ആധാരം വായിച്ചു നോക്കിയോ, അല്ലേ? അങ്ങനെ ചോദിക്കത്തില്ലേ? ആധാരം വായിച്ചു നോക്കി. അപ്പോൾ ഇവർ പറയാം വായിച്ചു നോക്കിയെന്ന് പറയും. എവിടാ വായിച്ചു നോക്കിയെങ്കിൽ പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ വന്നിട്ട് വഴിയില്ലെന്ന് പറയണത്? അപ്പോൾ വായിച്ചു നോക്കിയില്ലെന്നല്ല എൻ്റെ അർത്ഥം. അച്ഛൻ ഒരു അബദ്ധം പറ്റിപ്പോയി, ചതിയായിപ്പോയി. എന്ത് പറ്റി? പ്രമാണം കിട്ടി, പക്ഷേ അതിൻ്റെ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വഴിയില്ലെന്ന്. പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പോണം, അതിനുവേണ്ടി പ്രളയം ഇറങ്ങേണ്ടി വരും മിക്കവാറും. അതാ പ്രശ്നം, അതാ വായിച്ചു നോക്കില്ലെന്നർത്ഥം. ഇങ്ങനെ കുറേ അണ്ണന്മാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട് വായിച്ചു നോക്കാതെ കറക്റ്റായിട്ട്. പക്ഷേ സത്യദാസ് അങ്ങനെയല്ല, A-Z കാര്യങ്ങൾ വായിച്ചു നോക്കി. അതിൻ്റെ അത് നമുക്ക് തരുന്ന പ്രോമിസ് എന്താണെന്ന് നോക്കി. പ്രോമിസ് എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരും. എങ്ങനെയാണ്? ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും, നിന്നെ ആശ്വസിപ്പിക്കണം. 33:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പുറപ്പാട് 33:14. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അല്ല, പന്ത് കളി കാണാനല്ല കൂടെ വരണത്, മനസ്സിലായില്ലേ? ഞാൻ തന്നെ ഒന്ന് പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ജീവിത വഴികളില് ഞാൻ പതറിപ്പോകുമ്പോഴേ എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്ക് ആശ്വാസം നൽകാൻ എന്റെ കൂടെ വരുമെന്ന് ഉടമ്പടിയിലൂടെ വാഗ്ദാനം ചെയ്ത ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. 33:14 എന്താണ് പറയണത്? ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പൊ സത്യദാസ് അത് അതുപോലെ വിശ്വസിക്കുകയാണ്. പലർക്കും പറ്റാൻ പറയുന്ന അബദ്ധം എന്താണെന്നറിയാമോ? എല്ലാവരും ഇടിച്ചു തല്ലി ഉടമ്പടി ചെയ്യും, അവിടെ പറയണതൊക്കെ കേൾക്കണത് എപ്പോഴാണ് ഈ ക്ലാസ് തീരണ അറിയത്തില്ല, കുറേ ഇനി എത്ര സമയം എടുക്കും? 1 മണിക്കൂർ എടുക്കുക. അപ്പോൾ ഈ താഴെപ്പോട്ട് എന്തായിരിക്കുക? താഴെപ്പോട്ട് 1.5 മണിക്കൂറുണ്ട്, 2.5 മണിക്കൂർ. അപ്പോൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കണം? ഇങ്ങനെയാണ് ആൾക്കാർ നിൽക്കണത്. അതുകൊണ്ടാണ് ഉടമ്പടി ചില ആൾക്കാർക്ക് കൊടുക്കണത്. ആ സത്യദാസ് അങ്ങനെയല്ല, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. അപ്പോൾ കർത്താവ് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? എനിക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. എന്നെ ആശ്വസിക്കാതെ എനിക്ക് എൻ്റെ വസ്തു കണ്ടവൻ കൊണ്ടുപോയില്ലേ? ഞാൻ പഞ്ചായത്ത് ചെല്ലുമ്പോൾ അവരെന്നെ തല്ലാനും കൊല്ലാനും എന്നെ പോലെയാണ് എന്നെ നോക്കണത്. അപ്പം ഞാൻ ഇനി അടുത്ത് പോകാനാണ്, എനിക്ക് കർത്താവേ ഉള്ളൂ. എന്നിട്ട് ഈ മനുഷ്യൻ പിറ്റേ ദിവസം തന്നെ ഉടമ്പടി കാശ്വര്യം കൊണ്ട് വിശ്വാസം പ്രമാണം ചൊല്ലിക്കൊണ്ട് പഞ്ചായത്ത് ആഫീസിൽ പോകും. ഇയാളെ ഓടിച്ചിട്ട് തൊഴിച്ചെന്ന് പറഞ്ഞിട്ടാ ബഹളം ഉണ്ടാക്കി വിരട്ടി ഓടിച്ച് സെക്രട്ടറി എടുത്ത് ചെല്ലും. അപ്പം സംഭവിക്കണം, ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉടമ്പടി കാശ്വര്യം ഹോൾഡ് ചെയ്തുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ മനുഷ്യൻ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ സെക്രട്ടറി കസ്റ്റഡി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഉടനെ ഇങ്ങോട്ട് പറയും, നിങ്ങളുടെ കാര്യമെല്ലാം സെറ്റാകാൻ പോകും, ഞാൻ ഇന്ന് തന്നെ അത് കറക്റ്റ് ചെയ്തോളാം. വിതിൻ നോ ടൈം 2 കടയും പുള്ളിയുടെ പേര് എഴുതി കൊടുത്തിട്ട് രസീതും കൊടുത്ത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടിയുടെ ഫലപ്രാപ്തി ഇരിക്കുന്നത് ഈ വാഗ്ദാനങ്ങളിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കും. ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ
ഇപ്പോൾ അൻസമ്മ മാനന്തവാടിയുടെ സാക്ഷ്യമുണ്ടായി. ഈ ദിവസങ്ങളുണ്ടായിരുന്ന സാക്ഷ്യങ്ങളിൽ രസകരമായ സാക്ഷ്യം. അൻസമ്മ നമ്മളെ ഉടമ്പടി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പോലും പറയാത്ത കാര്യം അവർ പറയുന്നുണ്ട്. എന്താ അൻസമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ അൻസമ്മയുടെ വഴിയില്ല, നടക്കാൻ വഴിയില്ല. കണ്ടവൻ്റെ വഴിയിൽ കൂടി തന്തക്കുളി കേട്ട് വേണം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. സങ്കടകരമായ അവസ്ഥയാണ്. വഴിയില്ലെങ്കിൽ അറിയാമല്ലോ നിങ്ങൾക്ക്. വഴിയില്ലെങ്കിൽ എന്താണ്, മക്കളെ കെട്ടിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ആലോചനയൊക്കെ വന്നു കഴിയുമ്പോൾ വഴിയില്ലെന്നും പറഞ്ഞ് ആൾക്കാർ പോകും. അതുകൊണ്ട് ആൻസം വളരെ പരുങ്ങലാണ്, ജീവിതം പരുങ്ങലാണ്. ലൈഫില്ല, ജീവിതമില്ല. അപ്പം ജീവിതമില്ലാത്ത കൊണ്ട് എന്താ പറയണത്, എൻ്റെ ആത്മാവിനെ. അപ്പം എസെക്കിയേൽ 17:14 ഒന്ന് വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അപ്പം ലൈഫ് നഷ്ടപ്പെടുകഴിഞ്ഞാൽ എന്താ മാർഗം? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പൊ നമുക്ക് വാസയോഗ്യമല്ലാത്തൊരവസ്ഥ വന്നാൽ അടുത്ത നടപടി എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും. പിന്നെന്താ പറയണത്? നിങ്ങൾ ജീവിക്കാം. ഞാൻ നിങ്ങളെ നിന്റെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പം ചില ആൾക്കാർ പറയല്ലേ, അച്ഛാ വഴിയുമില്ല, മക്കൾക്ക് പെണ്ണും കിട്ടണില്ല, വിറ്റിച്ചിട്ട് പോകാൻ പോകുകയാണെന്ന് പറയും. എവിടെ പോകാനാണ്? എത്ര രൂപ കിട്ടും ചേച്ചി? പോയാലേ അവിടെ പോയാൽ നിങ്ങളെ വല്ലവർക്കും അറിയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെ താമസിച്ച പിന്നെ ഇങ്ങനെയുള്ള കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ നിങ്ങളുടെ വേറെ അബൌട്ട്സൊക്കെ തിരക്കി വരുമ്പോൾ നിങ്ങൾക്കിവിടെ ആകാശവും ഭൂമിയും ഇല്ല, വേരും കായും ഇല്ലെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംശയിക്കത്തില്ലേ, ഇങ്ങനെ പോണത് ശരിയാണ്, വേറെ വഴിയുണ്ടെന്ന് നോക്കട്ടെ. അവിടെ വെച്ചാണ് ഞാൻ ഈ വിഷയം സെറ്റ് ചെയ്യണത്. ഞാൻ പറഞ്ഞ കർത്താവ് ഇവരെ വിടരുത്, ഇവരിത് വിറ്റിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയി വാടക ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആകാശ ഭൂമിയും പാരമ്പര്യവും കുടുംബമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് എങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിലവാരത്തിൽ പെണ്ണ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുമെന്ന് പറയണത്. ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായി ജീവിക്കുകയാണ്. ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫ് ത്രെട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നിങ്ങൾ അപ്പം തന്നെ സ്പിരിച്വലായിട്ട് എംപവർ ചെയ്യണം. അതാണ് പറഞ്ഞത്. 37:14 ഭയങ്കര വചനമാണ്. എസെക്കിയേൽ എന്താണ്? ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കാം, നിങ്ങൾ ജീവിക്കാം. അപ്പം നമ്മളുടെ ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉള്ള മാർഗം എന്താണ്? ആത്മാവിൽ നവീകരിക്കണമാണ്. വെരി സിമ്പിളാണ് സംഭവം. ആൻസമ്മ അങ്ങനെ ഒരാളാണ്. ആൻസമ്മ എന്താ ചെയ്തെന്നറിയാമോ? ഉടമ്പടി പ്രകാരം കൃത്യമായിട്ടാണ് ജീവിക്കുന്ന ആൾ. നിനക്കറിയാമല്ലോ, ഉടമ്പടി ഒരു പ്രാർത്ഥനാ രീതിയല്ല, ജീവിത രീതിയാണ്. അപ്പോൾ ഉടമ്പടി പ്രകാരം ജീവിച്ചിട്ട് ആൻസമ്മ പറഞ്ഞു, ഈ കിട്ടാത്ത വഴിയിലൂടെ ആൻസമ്മ എപ്പോഴും പോവും, എല്ലാ ദിവസവും. എങ്ങനെയാണെന്ന് അറിയുമോ? പച്ചത്തിരി കത്തിച്ചുകൊണ്ട് പോവും. പച്ചത്തിരി കത്തിച്ച് പ്രത്യക്ഷനും പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് പോവും. എന്നിട്ട് ആൻസമ്മ പറയണത്, ഈ പച്ചത്തിരിൻ്റെ കയ്യിലെടുക്കുമ്പോൾ ഞാൻ പറയും, പ്രപഞ്ച പ്രകൃതിയുടെ മാതാവേ, കൃപാസനം മാതാവേ, കുളിർ കോരിപ്പോവും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ പ്രത്യക്ഷനെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആൻസമ്മ ചെല്ലുന്ന പ്രാർത്ഥന എന്താ അറിയാം? അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെല്ലിയാലേ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലാൻ പറ്റത്തുള്ളൂ? ആദ്യം വിശ്വാസ പ്രമാണം ചെല്ലണം, അല്ലേ? അതിലാണ് ഈ സംഭവം. വെട്ടിമരുന്ന് മുഴുവൻ ഇരിക്കണം അവിടെയാണ്. വെടിമരുന്ന് നമ്മൾ ഈ വിശ്വാസ പ്രമാണത്തിലിരിക്കുന്ന വെടിമരുന്നിനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊണ്ട് കത്തിക്കണം നമ്മൾ ചെയ്യണത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സാധൂകരിക്കുക, നീതീകരിക്കുക എന്നുള്ളത് അമ്മയുടെ ചുമതലയാണ്. അമ്മ സമയ കടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് വരെ ദുരന്തമൊഴിഞ്ഞിട്ട് കേരളത്തിലെ ലോകത്തിലെ നേരമില്ല. നമ്മളും തന്നെയും ഓരോ വ്യക്തി ദുരന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പറ്റിയ പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥനയായിട്ട് അമ്മ തന്നതാണ്. അപ്പോൾ അതിലുള്ളതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീയാണ്, പക്ഷേ വിശ്വാസ പ്രമാണം വെടിമരുന്നാണ്. ഈ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീ വെടിമരുന്ന് കൊടുക്കുമ്പോഴാണ് ഈ സംഭവം പൊട്ടണത്. ആൻസമ്മ രണ്ടും ചൊല്ലിക്കൊണ്ടാണ് ചെയ്യണത്. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പച്ചത്തിരി പിടിച്ചുകൊണ്ട് ആണ് ഈ കിട്ടാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ്. അധികം സഞ്ചരിക്കേണ്ടി വന്നില്ല. 41 ദിവസം സഞ്ചരിച്ചപ്പോൾ ഈ വഴി അവളുടെ പേരിൽ എഴുതി കിട്ടും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ,
എസെക്കിയേൽ എന്താ നമ്മൾ വായിച്ചത്? എസെക്കിയേൽ എന്താ വായിക്കുക? എങ്ങനെയാണ് നമ്മൾ ജീവിക്കണത്? ജീവിതം കൈമോശം വന്നു പോയാൽ, പരീക്ഷ തോറ്റു, അല്ലെങ്കിൽ നമ്മൾക്ക് ഡീപ്രമോഷനായി, PR കിട്ടണില്ല, വസ്തു വിൽക്കാൻ പറ്റണില്ല, വസ്തു എടുക്കാൻ പറ്റണില്ല, വീട് സ്ഥലവുമില്ല, ഇങ്ങനെ ജീവിതം പോയാൽ എന്ത് ചെയ്യും? അതായത് അത് എസെക്കിയേൽ പറയണത് എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ജീവിക്കും. പറഞ്ഞേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ജീവിക്കും. അപ്പോൾ ആൻസമ്മ എങ്ങനെയാണ് ജീവിതം തിരിച്ചു പിടിക്കണത്? കിട്ടാത്ത വഴി കിട്ടണത് എങ്ങനെയാണ്? വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കിട്ടാത്ത വഴിയിലൂടെ പച്ചത്തിരിയും പിടിച്ച് പ്രപഞ്ചപ്രദ മാതാവിനെ മധ്യസ്ഥം ചേർത്തുകൊണ്ട് നടക്കും. അത് വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ ഇത് ചെയ്യിക്കുന്നത് വിശ്വാസത്തിലാണ്. ഇത് വിശ്വാസം ഒരു ആത്മാവാണ്. അതാണ് ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് അയക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മാവാണ് അനുസമയം വർക്ക് ചെയ്യണത്. ഐസയ 11:2 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശയ്യ 11:2. ഐസയ 11:2. കർത്താവിന്റെ ആത്മാവ് കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, അവന്റെ മേൽ ആവസിക്കും. വായിച്ചോളൂ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അപ്പോഴേ കർത്താവിൻ്റെ ഇതെല്ലാം കൂടുന്നതാണല്ലോ വിശ്വാസം. അതായത് കർത്താവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, വിശ്വാസമുണ്ട്, അങ്ങനെ എല്ലാമാണ്. ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ, നിങ്ങൾക്കൊരു വിഷയത്തിൽ, ഇപ്പോൾ സത്യദാസ് പഞ്ചായത്തിലേക്ക് പോവുകയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കൂടെയുണ്ട്. ഇനി കർത്താവായിരിക്കും എനിക്ക് വേണ്ടി വാദിക്കണമെന്ന് പറയുമ്പോൾ അത് വിശ്വാസമാണ്, അതൊരു ജ്ഞാനമാണ്, അതറിവാണ്, കർത്താവിൻ്റെ ആത്മാവാണ്. കൈയിടിച്ച് കർത്താവ് ദൈവമായിട്ട് ഉടമ്പടിയിലായി കഴിയുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയും ആത്മാവ്, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആത്മാവ് നിങ്ങളിൽ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണം, അല്ലേ? അങ്ങനെ ആത്മാവ്, കാരണം ജീവിതം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എസെക്കിയേൽ 37:14 അനുസരിച്ച് കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. ആത്മാവിനെ തിരിച്ചു പിടിക്കുക എന്നാണ്. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ അപ്പോഴാത്മാവിൽ ആത്മാവ് നിർവീര്യമായി പോയിട്ടുണ്ടെങ്കിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എഫേസ്യൻസ് 4:30. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യൻസ് 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിലുള്ള പരിശുദ്ധാത്മാവ് സാഡാണോ എന്ന് നോക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ വന്നാൽ ആത്മാവ് ഇറങ്ങിപ്പോവും, വർക്കിംഗ് കണ്ടീഷൻ ആകത്തില്ല. ആത്മാവ് സാഡാണെന്ന് നോക്കണം, ദുഃഖിപ്പിക്കരുത്. കാര്യം ആത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ത്രിത്വിക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഒരേ സമയത്ത് സത്തയിൽ ഏകനും വ്യക്തിത്വത്തിൽ മൂന്നുമാണ്. സത്യയിൽ ഏകനാണ്, വ്യക്തിത്വത്തിൽ മൂന്നാണ്. നമുക്കൊരു ഐസ് കട്ട പോലെ നമുക്ക് മനസ്സിലാക്കാതെ, ഐസ് കട്ടയായിട്ടിരിക്കും, അല്ലേ? ഐസ് കട്ടയായിട്ടിരിക്കും, വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടാവും, അപ്പോൾ ദ്രാവകമായി അതിൽ നിന്ന് വാതകം മേലോട്ട് പോകണ്ടാവും, ഇല്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തിലും ഒരു 3 വ്യക്തിത്വം ഇവിടെ കാണുന്നുണ്ട്. അതേസമയം സത്യരി സംഭവം H2O. മുകളിലോട്ട് പോകുന്ന വായുവും താഴേക്ക് വീഴുന്ന വെള്ളവും ഖരമായിട്ടിരിക്കണ എല്ലാം ബേസിക്കായിട്ട് H2O എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ദൈവം ഒരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് ശക്തിയുമാണ്. അതേസമയം തന്നെ സത്തയിൽ ദൈവം യേശുക്രിസ്തുവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറയുന്നത് എന്താണ്? ദൈവം ബേസിക്കായിട്ട് സത്തയിൽ ശക്തിയാണ്. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനവും 1 Corinthians 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യേശുക്രിസ്തു ഒരു വ്യക്തിയാണ്, അതേസമയത്ത് ശക്തിയാണ്, കാരണം ദൈവമായതുകൊണ്ടാണ്. അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവർ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി, അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ നടപടി പുസ്തകത്തിന് 1:8 അനുസരിച്ച് പരിശുദ്ധാത്മാവ് ശക്തിയാണ്.
അപ്പോഴ് പരിശുദ്ധാത്മാവ് നടപടി പുസ്തകത്തിൽ 1:4 പരിശുദ്ധാത്മാവ് ശക്തിയാണ്. പിതാവിൻ്റെ വലതുവശത്തിരിക്കുമെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്തിരിക്കുമെന്ന് ഈശോ പറയുമ്പോൾ പിതാവ് ശക്തിയാണ്. സത്തയിൽ ശക്തിയായ ദൈവമാണ്. വ്യക്തിപരമായ പരിശുദ്ധാത്മാവിൽ നമ്മൾ വ്യക്തിയായി നമ്മൾ വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശക്തിയായത് കൊണ്ട് തന്നെ നിർവീര്യമാകാനുള്ള സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കാനുള്ള സാധ്യത നമ്മൾ ഉടമ്പടിക്കാരെ മുൻകൂട്ടി കാണണം. 1 തെസ്സലോനിക്കർ 5:19 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5:19. 1 തെസ്സലോനിക്കർ 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. കാഴ്ച പോയിന്റ് എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അപ്പൊ നിർവീര്യമാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ശക്തിയായത് കൊണ്ടാണ് നിർവീര്യമാക്കരുതെന്ന് പറയണത് 1 തെസ്സലോനിക്കർ 5:19. പക്ഷെ വ്യക്തിയായത് കൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത് എഫേസ്യർ 4:30. അതുകൊണ്ട് ശക്തിയും വ്യക്തിയുമായ പരിശുദ്ധാത്മാവും നിങ്ങളിൽ വസിക്കുന്നതാണ്. അതേതാണ്? എസെക്കിയേലിൻ്റെ 37:14. നിങ്ങളുടെ ജീവിതം കൈമോശം വന്നു പോയാൽ ശക്തിയും അതുപോലെ തന്നെ വ്യക്തിയുമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ നിക്ഷേപിക്കുമെന്ന് കൈയിട്ടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരേ സമയം തന്നെ വ്യക്തിയും ശക്തിയുമായതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിലേക്ക് ഇപ്പോൾ ടോക്ക് വരാൻ കാരണം എന്താണ്? എസെക്കിയേൽ 37:14 ജീവിതം കൈമോശം വന്നു പോയാൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നിക്ഷേപിച്ചിട്ടാണ് ജീവിതം തിരിച്ചു പിടിക്കണത്. അപ്പോൾ ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജീവിതം തിരിച്ചു പിടിക്കലാണ്. അതിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ദൈവം എന്താ ചെയ്യണത്? ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യണത്. വ്യക്തി ശക്തിയുമായ ആത്മാവ് നിങ്ങളുടെ കൂടെ വസിക്കുകയാണ് ചെയ്യണത്. അപ്പോഴെന്താ സംഭവിക്കണത്? ഈ പരിശുദ്ധാത്മാവ് വേദനിക്കാതിരിക്കാനും നിർവീര്യമായി പരിശുദ്ധാത്മാവ് എഫേസ്യർ 4:30 അനുസരിച്ച് വേദനിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവ് 1 തെസ്സലോനിക്കർ 5:19 അനുസരിച്ച് നിർവീര്യമാകാതിരിക്കാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫിലിപ്പിയർ 2:14. ടേക്ക് ദ ബെഡ് ഫോർ ഫിലിപ്പിയർ 2:14. ശ്രദ്ധിക്കട്ടെ. ഫിലിപ്പിയർ 2:14. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തിയായും ശക്തിയായും പുലരാൻ വേണ്ടി നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്താണ്? കുറ്റമറ്റ ദൈവമക്കളായിട്ട് കാര്യമില്ല. പിന്നെന്താണ്? കുറ്റമറ്റ ദൈവമക്കളായാൽ മാത്രമേ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും. ആത്മാവിന് നിങ്ങളെ നയിക്കണ്ടേ? ആത്മാവ് ഉണ്ടായാൽ മാത്രം പോരല്ല, ആത്മാവ് നിങ്ങളെ നയിക്കണ്ടേ? എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാകാം, പരിശുദ്ധ മാലാഖയുമാകാം. അപ്പം നമുക്ക് മുമ്പേ പോകാനും നിങ്ങൾക്ക് ഇപ്പം നമ്മളെന്താ പറയണത്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ പിതാവ് മാത്രമല്ല, പുത്രൻ മാത്രമല്ല, പരിശുദ്ധാത്മാവ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ പോകുന്ന വ്യക്തിയും ശക്തിയും അതെന്താണ്? ഞാൻ നിങ്ങൾക്കൊന്നും ഇപ്പം ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നവരില്ലേ ആൾക്കാർ? എൻ്റെ അടുത്ത് എന്നെ കാണാൻ വരുമ്പോൾ ആൾക്കാർ പറയുമല്ലോ, ഞങ്ങൾക്ക് അച്ഛാ ഭാഗവടമ്പടി നടക്കണില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചു, എന്നിട്ട് തിരിച്ചു കിട്ടണില്ല, ഞാൻ ഒരുത്തനെ സഹായിച്ചു, ഇപ്പോഴവനത് തിരിച്ചു തരണില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എതിരെ കള്ളക്കേസ് വരെ കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ വരണത്. അവൻ്റെ പിടിച്ചു നിൽപ്പിനെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണത്? നിങ്ങൾക്ക് മുമ്പ് നിങ്ങളിനി അവൻ്റെ അടുത്ത് പോണ മുമ്പ് എന്താ ഐസയ 45:2 ഉണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും, അത് ദൈവത്തിൻ്റെ ആദ്യകാലം പോലെയുള്ള നടപടിക്രമങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും പിച്ചളവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യുമെന്ന് കൈയിട്ടിച്ച് കർത്താവല്ലേ. നിങ്ങൾ ഈ വചനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ട് വേണം ഇങ്ങനെയുള്ള ആളുടെ പോകാൻ. തടസ്സമാണ്, നടക്കത്തില്ല, ലോൺ തരത്തില്ല, നിങ്ങളുടെ മൂത്ത മകൻ്റെ ലോൺ കൊടുത്തിട്ടുണ്ട്, ആ വിദ്യാഭ്യാസ ലോൺ നിങ്ങൾ റീസെറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള മകന് ലോൺ തരത്തില്ലെന്നൊക്കെ പറയുമ്പോഴേ എത്ര ഉടമ്പടി നിങ്ങൾ സാക്ഷ്യം കേൾക്കണില്ലേ? എത്ര പേരാണ്? ഒരു ബാങ്ക് തന്നില്ലെങ്കിൽ അവിടെ പിത്തളവാതിലാണെങ്കിൽ കർത്താവ് തകർത്തുകൊണ്ട് അടുത്ത വാതിലൂടെ കർത്താവ് നിനക്കത് തരും. നീ മനസ്സ് തിരിച്ചു പോകേണ്ട കാര്യമില്ല.
നീ തിരിച്ചു പോകേണ്ട കാര്യമില്ല. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണ്, ഞാൻ നിനക്ക് മുമ്പേ പോകും, പിത്തളവാൾ തറക്കും, ഇരുമ്പോടാമ്പൽ ഒടിക്കും, മലകൾ നിരപ്പാക്കും, കൈയടിച്ച് കർത്താവിലല്ലേ. എൻ്റെ മക്കളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ മെക്കാനിസം ഡൈനാമിക്സും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ വചനം എങ്ങനെയാണ് ഇപ്പോൾ പരിശുദ്ധാത്മ നയിച്ചുകൊണ്ട് പോണത്? അതായത് ഒന്ന് എസെക്കിയേൽ ഇവിടുന്ന് കിട്ടിയത്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ദേശീയ ഇതൊക്കെ പറയണത് നേരത്തെ പറഞ്ഞല്ലല്ലോ. എസെക്കിയേൽ 37:14 എന്താ പറയണത്? നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടാൽ ഞാൻ റീഇൻസ്റ്റേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളുടെ കയക്കുമെന്ന് പറയാം അല്ലേ. അപ്പോൾ ആത്മാവ് വന്നാലും ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണ്ടേ. ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് എന്താ. ഇപ്പോൾ ഉദാഹരണത്തിന് റോമർ 8:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം, ഒന്ന് പറഞ്ഞേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇപ്പം പിടികിട്ടിയ? അതായത് പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രം പോരാ, നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നയിക്കപ്പെടണം. അതെങ്ങനെയാണ്? ഇപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ വരികയല്ലേ, ഇപ്പോൾ ഈ ILTSകാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുമല്ല പരീക്ഷയ്ക്ക്. ഇപ്പം ഞാൻ അവിടെയൊക്കെ കൈവച്ച് തലേക്കല കൈവച്ച് സൈത്തൊക്കെ പൂശി കൊടുക്കും. അവർക്ക് നെറ്റിക്ക് പൂശും, ഓർമ്മശക്തിക്ക് പൂശും, ഫോർഹെഡിന് പൂശും, എല്ലാം പ്രത്യേക പ്രാർത്ഥനയുണ്ട് അതിനെല്ലാം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ, അച്ഛൻ നിങ്ങൾ അങ്ഷം ചെയ്തിട്ടുണ്ട്, നിങ്ങളായിട്ട് ആത്മാവിൻ്റെ വീര്യം നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറയുന്നത്, മക്കളെ, ഇപ്പോൾ പരീക്ഷ വരെ എങ്കിലും നിങ്ങളത് കീപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് കീപ്പ് ചെയ്യണം. പക്ഷെ അതല്ല, ഇൻറ്റൻസീവായിട്ട് പരീക്ഷ വരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ചേട്ടന്മാരുമായിട്ട് അടിയുണ്ടാക്കാനൊന്നും പോകരുതെന്ന് പറയും. ഇപ്പോൾ ഇപ്പോൾ അനിയത്തിയുമായിട്ട് അടി വെക്കുമല്ലേ ഇതിൽ. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മത്സരമൊക്കെ വരത്തില്ലേ. ഇപ്പോൾ ഒരു ഇസ്തിരി ഇടണമെന്ന് വിചാരിച്ചോ, ചേർത്തിയോട് അമ്മ പറയും, എടി ആ ഷർട്ടൊന്ന് ഇസ്തിരി ഇട്ടാൽ അവനിപ്പോൾ വരും, അവനിപ്പോൾ സ്ഥലത്ത് പോകേണ്ടതാണെന്ന് പറയുമ്പോൾ ഇവളെ പഠിച്ചുകൊണ്ടിരിക്കത്തില്ലേ. അപ്പോൾ അവൾ പറയും, എനിക്ക് പറ്റത്തില്ല മമ്മി, അനിയത്തിയോട്, ഞാനാണിത് കഴുകിയിട്ടത്, അവളവിടെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളോട് പറയാൻ പറയും. അപ്പോൾ അവൾ പറയും, ഞാൻ വേറെ ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചിയോട് പറയാൻ പറയും. ഇവർ തമ്മിൽ മത്സരമാകും. പക്ഷേ പ്രശ്നം എന്താണ്? ആത്മാവ് നിർവീര്യമാകും. അതുകൊണ്ടാണ് ഫിലിപ്പ് 2:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഫിലിപ്പി 2:14 എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അടുത്തത്, അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. ദൈവമക്കളായ മാത്രം പോരാ, പിന്നെ എന്താണ്? കുറ്റമറ്റ ദൈവമക്കളാകണം. ദൈവമക്കളാകും എല്ലാവരും ജ്ഞാനസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവമക്കളാകുമല്ലോ ഇല്ലേ. ഇപ്പം ജ്ഞാനസ്ഥാനത്തിൻ്റെ കുദാശേൻ്റെ അർത്ഥം എന്താണ്? ആ ഉത്ഭവദോഷം നീക്കി, കർമ്മദോഷമുണ്ട്, അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കുന്ന കുദാശയാകുന്നു അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകും ജ്ഞാനസ്ഥാനപ്പെട്ട, പക്ഷെ കുറ്റമറ്റ ദൈവമക്കളാകണം. ഇവിടെയാണ് പ്രശ്നം. ജ്ഞാനസ്ഥാനം ചില സമയത്ത് ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ താങ്ങാത്തതിൻ്റെ കാരണം ജ്ഞാനസ്ഥാനപ്പെട്ടവരെ കുറ്റമത്തോടെയാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടാതെ വരും. നമുക്ക് സബ്സിഡിയൊക്കെ അനുവദിച്ചിട്ടുണ്ട്, ഗ്രാൻറ്റും ഉണ്ട്, സബ്സിഡിയും ഉണ്ട്. അപ്പോഴേ ഗ്രാൻറ്റ് സബ്സിഡി ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചെന്നുവെച്ചും സാറേ സബ്സിഡി കിട്ടിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവർ തന്ന കാശ് എങ്ങനെ മുടക്കിയെന്ന് ചോദിക്കും. അവർ തന്ന കാശ് കൊണ്ട് പുട്ടടിച്ച് കാണും, അപ്പോൾ പിന്നെ സബ്സിഡി ഇല്ല. അതാണ് പ്രശ്നം വരുന്നത്. അതാണ് ഇതിൻ്റെ അത് വരുന്ന വിഷയം. അതായത് ജ്ഞാനസ്ഥാനം തന്നെ നമ്മൾ പെടുമ്പോൾ ഓർക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പരിശുദ്ധാത്മാവിനെ ജീവിതകാലം മുഴുവൻ ദുഃഖിപ്പിക്കാതെ ആത്മാവിൽ ജീവിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ജീവിതം കൈവിട്ടു പോയാൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വക്രതയാർന്നതും ദുഷ്ടമായുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നീ അവിടെ നിഷ്കളങ്കമായൊരു മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. ആത്മാവിനെ ബലപ്പെടുത്തിയാൽ എന്താ ഗുണമെന്നറിയാവോ? എന്താ ഗുണം? പിന്നെ നമ്മളായിരിക്കില്ല. ഈശോ പറഞ്ഞിട്ടില്ലേ, ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമേ, മക്കളെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇമ്മീഡിയറ്റ് മെമ്മറി നിങ്ങൾക്കുള്ളത് ലോക്കൽ മെമ്മറിയാണ്. നിങ്ങൾ പച്ച മഷി കൊണ്ട് വരച്ചും ചുവപ്പ് മഷി കൊണ്ട് വരച്ചും നക്ഷത്ര ചിഹ്നമൊക്കെ കിട്ടും പാഠപുസ്തകത്തിൽ ലോക്കൽ മെമ്മറി ഉണ്ടാക്കിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ക്രിയേറ്റഡ് മെമ്മറി. നമുക്ക് സയൻസ് സ്റ്റുഡൻസിന് ആവശ്യമുള്ളത്, ലാംഗ്വേജ് സ്റ്റുഡൻസിന് ആവശ്യമുള്ള അറ്റ് എ ടൈം മെമ്മറിയാണ്, ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്.
ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ സമയത്ത് കിട്ടണം. നിങ്ങൾ പറയത്തില്ല പരീക്ഷയുടെ സമയത്ത് ആ മെമ്മറി പോയി. എങ്ങനെ മെമ്മറി പോണത്? അത് നിങ്ങൾ എന്തെങ്കിലും ഇമോഷണൽ കോഷിങ് ഉണ്ടാകുമ്പോൾ അത് പോകും. അല്ലെങ്കിൽ നിങ്ങൾ പോണ വണ്ടി ഒരു വേറെ ഓട്ടോറിക്ഷയ്ക്ക് വെച്ചിട്ട് ഓട്ടോറിക്ഷക്കാരന്മാരെല്ലാം തന്തയ്ക്ക് വിളിക്കുമ്പോഴത്തേനും നിങ്ങൾ പഠിച്ചതെല്ലാം മറന്നു പോകും. ഇത് പ്രശ്നം അതാണ്. ഒരു കാഷ്വാലിറ്റി, ഞാൻ കാഷ്വാലിറ്റി വരെ ബ്ലോക്ക് ചെയ്താണ് നിങ്ങളെ പ്രാർത്ഥിച്ച് വിടുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മെമ്മറി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അത് ബ്ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്താണ് പ്രയർ ചെയ്യണത്. അതെല്ലാവർക്കും അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ 12 വർക്കൗട്ട് ചെയ്തേ. ലൂക്കായുടെ സുവിശേഷം 12:12 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 12:12 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അതാണ് ആ സമയം, അറ്റ് എ ടൈം, ഓൺ ടൈം, ലൈവായിട്ട്. അത് നമ്മൾ, അതായത് ചില സമയത്ത് കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ വേറെ എവിടെയായാലും ഈ അറ്റ് എ ടൈം മെമ്മറി എന്ന് പറയുന്നത് വിവേകവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. വിവേകം, വിജ്ഞാനം, ജ്ഞാനപരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജ്ഞാനപരത്തിൽ നിന്നാണ് അറ്റ് എ ടൈം മെമ്മറി കിട്ടുന്നത്. ഇപ്പം മദർ തെരേസയുടെ തെണ്ടി നടക്കുകയായിരുന്നു ഒരേ സ്ഥലത്ത്, അല്ലെ? മക്കൾ കുറേയധികം ഭയങ്കര ഡിസേബിളായിട്ടുള്ള ആൾക്കാരുള്ള കാരണം മദർ അവർക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കൽക്കട്ടയുടെ തെരുവിൽ ആദ്യ കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് ഒരേ കടയിൽ പോയി തെണ്ടുമായിരുന്നു പാത്രം കാണിച്ച്. അപ്പോൾ ഉടനെ അവർ ചിലർ തുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചരിത്രം വായിച്ചിട്ടുണ്ട്. അപ്പോൾ മദർ എന്താ പറയണത്? ദാറ്റ്സ് ഓക്കെ, ദിസ് ഈസ് ഫോർ മീ. ഇനി എനിക്ക് ഉള്ള എൻ്റെ മക്കൾക്കുള്ളത് തരാൻ പറയും. ഇത് എനിക്കുള്ളതാണ്, ഇനി എൻ്റെ മക്കൾക്കുള്ളത്. അത് അറ്റ് എ ടൈം മെമ്മറി എന്ന് പറയുന്നത് ജ്ഞാനപരവാ. അയാളുടെ ഹൃദയം അലിഞ്ഞുപോയി. ആ സമയത്ത് നിങ്ങൾ അതാണ് ലൂക്കാ 12:12. അതായത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് തരും. അക്കരെ ആ മനുഷ്യൻ്റെ ഹൃദയം ഇളക്കാൻ വേണ്ടി, മലകളെ നിരപ്പാക്കാൻ വേണ്ടി, ഇരുമ്പോടാമ്പൾ ഒടിക്കാൻ വേണ്ടി, പിച്ചള തകർക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ വരവാണത്, ജ്ഞാനപരത്തോടെ വരവാണത്, കൃപയിലുള്ള വരവാണത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്, നീരുവിരിയമാക്കണമെന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥമതാണ്. കൈയടിച്ച് കിടത്താൻ ശ്രദ്ധിക്കട്ടെ. അല്ലെങ്കിൽ പ്രിക്കോഷൻ കൊണ്ടാണ് കേട്ടോ. കാര്യം ഉടമ്പടി ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എസെക്കിയേൽ 37:14 അനുസരിച്ച് കൊണ്ട് നമ്മുടെ ലൈഫ് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അതിനെ റീസ്റ്റേറ്റ് ചെയ്യണത് എല്ലാം എന്താ ചെയ്യണത്? റീസെറ്റിൽ ചെയ്യണത് എല്ലാം എന്താണ്? പരിശുദ്ധാത്മാവാണ്. ഞാൻ നിന്നെ എൻ്റെ ആത്മാവ് നിങ്ങളെ കയക്കും. ഐ വിൽ റീസെറ്റിൽ യു ഇൻ യുവർ ഓൺ സോയിൽ. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ സ്ഥലത്ത് തന്നെ, നിനക്ക് യുക്തമായ സ്ഥലത്ത്. നിൻ്റെ സ്ഥലത്തെന്ന് പറയുമ്പോൾ നിൻ്റെ അപ്പനിടയ്ക്ക് നിനക്ക് ഓഹരി കിട്ടിയ സ്ഥലമെന്നല്ല അർത്ഥം. നിൻ്റെ ജീവിതം പുലരാൻ ദൈവ പൈതലേ, നിനക്ക് അനുയോജ്യമായ സ്ഥലത്ത് നിന്നെ കർത്താവ് പുനഃസ്ഥാപിക്കും. കൈയടിച്ച് കർത്താവ്. എസെക്കിയേൽ 37:14 എൻ്റെ ആത്മാവിനെ പറഞ്ഞേ, ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കാം, നിങ്ങൾ ജീവിക്കാം. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് സമർപ്പിക്കാം. യുവർ ഓൺ സോയിൽ. യുവർ ഓൺ സോയിൽ എന്ന് പറയുന്നത് എന്താണ്? നിനക്ക് നിൻ്റെ ജീവിതം പുലരാൻ അനുയോജ്യമായ ഇടമാണ്. അതാണ് യുവർ ഓൺ സോയിൽ. നിനക്ക് നിൻ്റെ ജീവിതം പുലരാൻ ഭയങ്കര ആഴമായ അർത്ഥമാണ്. ചിലപ്പോൾ കാനഡയിലായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലണ്ടിലായിരിക്കും, ചിലപ്പോൾ വേറെ രാജ്യങ്ങളിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെയായിരിക്കും. ഇൻ യുവർ ഓൺ സോയിൽ ദൈവം നിനക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഇടത്ത് നിന്നെ എത്തിക്കും. എപ്പോഴാണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കും. പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ ആഗ്രഹപ്രകാരം ഹിതപ്രകാരം എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന എൻ്റെ ജീവിതം പുലരാനുള്ള ഭൗതിക സാഹചര്യങ്ങള് എനിക്ക് വേണ്ടി നീ ഒരുക്കുമെന്ന് അത് എന്നിൽ ചൊരിയുന്ന ആത്മാവിന്റെ ഫലത്താലാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഈ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിന് വിഖ്യാതമായി വരുന്ന നിലപാടുകൾ, പെരുമാറ്റ രീതികൾ നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. എഫെസ്യസ് 4:29 Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എഫെസോസ് 4:29 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അതാണ് പ്രശ്നം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പറഞ്ഞേ
നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പൊ സംസാരിക്കുകയാണെങ്കിൽ അത് സെക്കൻഡ് പാർട്ടിക്ക് ഗുണകരമായ കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താ കാര്യം എന്നറിയാവോ? ഇപ്പം നീതിയുടെ വിഷയമാണെങ്കിൽ നീതിയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കണം, സത്യത്തിൻ്റെ വിഷയമാണെങ്കിൽ സത്യത്തിൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കണം. അല്ല സംസാരിക്കാതിരിക്കേണ്ട അവസ്ഥയില്ല അവിടെ. പക്ഷേ അതിൻ്റെ പേരിൽ നിന്നെ ഇപ്പോൾ തന്തൊക്കെ വിളിച്ചെന്ന് പറഞ്ഞാൽ നീയും തിരിച്ചു വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നീ അവരും തമ്മിൽ എന്നാ വ്യത്യാസം ഇരിക്കണത്? ഉടമ്പടിയിലുള്ളവർ ദൈവമായിട്ട് ഉടമ്പടിയിലുള്ള കാര്യം മറന്നു പോകരുത്. ടിൻഡുവിൻ്റെ സാക്ഷ്യമുണ്ട് കഴിഞ്ഞ ദിവസത്തെ. ടിൻഡുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ടിൻഡു മാനന്തവാടിയാണ്. അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും വിസ വേണം, നടക്കണില്ല. അവർ ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് ടിൻഡു എന്താ ചെയ്തതെന്നറിയാവോ? ഇത് നടക്കണില്ലെന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ പ്രേക്ഷിത പേര് ഡബിളാക്കി. ഡബിളല്ല അവർ പറഞ്ഞേ, ഒരു കെട്ട് പത്രമാണ് ഞാൻ മേടിക്കേണ്ടത്, അതിന് പകരം ഞാൻ 4 കെട്ട് പത്രം മേടിച്ചു. ഒരു ചുമടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വണ്ടിയിൽ വേറെ ഒരു ചുമടുണ്ടായിരുന്നു, ഞങ്ങളുടെ ലഗേജ് എല്ലാം കൂടി. എന്നിട്ട് ഞാനും ഭർത്താവും കൂടി അതെല്ലാം ഓടി നടന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊടുത്തു. ചില ആൾക്കാർ നാട്ടിൽ കൊടുക്കണില്ല. അതാ ചില ആൾക്കാർ ഉടമ്പടി കൃപാസന പത്രം നാട്ടിൽ കൊടുക്കണില്ല. അവരിവിടെല്ലാം പോയിട്ട് ഏതാണ്ട് തമിഴ്നാട്ടിലൊക്കെയാണ് കൊടുക്കണത്. എന്നെ കണ്ടാമിണ്ടല്ലേ എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് അപ്പം തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ, നിങ്ങൾ ദൈവത്തെ പുച്ഛിക്കുന്നു എന്നുള്ളതും കാര്യം കാണാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യം കരകയും ചെയ്യണം, കിറിയും നന്നാകണം. എന്ത് കഷ്ടമാണ്. കാരണം ഞാൻ കിറി നന്നാകുക ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അപമാനമുണ്ട്. ഇതൊരു ഡിസ്റ്റാറ്റസിങ്ങിൻ്റെ ഒരു ലോ സ്റ്റാറ്റസിങ് ഉണ്ട്. ഞാൻ കൃപയുടെ വഴികൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇത് പെക്ഷിത്ത ബൈബിൾ എന്താ പറയണത്? POC ആണ് പറയണത്, നിങ്ങളുടെ ആത്മാവിനെ നന്മയുടെ നല്ല വാക്കുകൾ പക്ഷേ പെക്ഷിത്ത ട്രാൻസ്ലേഷൻ എന്താ പറയുന്നത് അറിയാവോ? കൃപയുടെ വാക്കുകളെന്നാണ് പറയണത്. മറ്റുള്ളവന് ഉന്നതി ഉണ്ടാകാൻ വേണ്ടി കൃപയുടെ വാക്കുകൾ സംസാരിക്കണമെന്ന്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കർത്താവിന് എവിടെയാണ് കൊടുക്കാൻ ചാലഞ്ച് ഉള്ളത് അവിടെയാണ് അത് ചെയ്യേണ്ടത്. നിങ്ങളെ ഈസി സോണിലേക്കാണ് പോണത്. കാരണം നിങ്ങളുടെ ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടുള്ള കൂട്ടുകാരില്ല, ആരുമില്ല. അജ്ഞാതമായ സ്ഥലത്ത് അപരിചിതമായ മേഖലയിൽ പോയി കർത്താവിന് വേണ്ടി ഇരുട്ടത്ത് ജോലി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇരുട്ട് കുത്തി പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം, അവർ വെളിച്ചത്തിലേക്ക് വരണം. നിങ്ങൾ എന്ന് വെളിച്ചത്തിലേക്ക് വന്ന് നട്ടല്ലോടുകൂടി, നിങ്ങൾക്ക് നട്ടല്ലില്ല, വാഴപ്പിണ്ടിയല്ലേ വെച്ച് കെട്ടിരിക്കണേ. കർത്താവിൻ്റെ അതായത് നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾ ഈ ഉടമ്പടി പത്രം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൃപാസന പത്രം കൊണ്ട് വേറെ നിങ്ങളെ അറിയാൻ പാടാത്ത സാഹചര്യത്തിൽ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മീയമായിട്ട് നിങ്ങളെ വെച്ച് കെട്ടിരിക്കുന്നത് വാഴപ്പിണ്ടിയാണ്, നട്ടല്ലല്ല. നട്ടലുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ ഇപ്പം എന്താ ഇവളോട് പറയണത്? ഇവളോട് ഈ 1 കെട്ട് പത്രം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 4 കെട്ട് പത്രം മേടിച്ചിട്ട് ഭർത്താവുമായിട്ട് കൊണ്ട് നടന്ന് കൊടുക്കുകയാണ്. അപ്പം നാട്ടുകാരെ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് പിന്നെ ഈ പണി ചെയ്യണേ എന്താണെന്ന്. ആൾക്കാരുടെ ചോദ്യം കണ്ടില്ലേ? അത് നമ്മൾ കേൾക്കണം. ആർക്ക് വേണ്ടി കേൾക്കണം? നമുക്ക് വേണ്ടി തുണിയില്ലാതെ ഒരു വ്രണമായി കിടക്കണില്ലേ ഈ മരത്തേല്? അവന് വേണ്ടി, അത് നമ്മളെ വീണ്ടെടുത്തവന് വേണ്ടി നമ്മളിത് കേൾക്കാൻ ബാധ്യതയാണ്. അവനാണ് ദൈവ പൈതല്. അങ്ങനെ ദൈവ പൈതലാണെങ്കിൽ ഇതുപോലെ പറഞ്ഞു തരണ ആത്മാവും നമ്മളിൽ നിന്ന് സംസാരിക്കണം. ആത്മാവില്ലെങ്കിൽ നമ്മൾ പീഡിക്കും, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകും, എവിടെയെങ്കിലും മറയത്ത് കൊണ്ടേ കൊടുത്തിട്ട് തിരിച്ചു വരും. അപ്പോൾ എന്താ പറഞ്ഞത്? ഇവർക്ക് എന്താ ചെയ്യണം? അവൾ നട്ടലുള്ള വിശ്വാസിയാണെന്ന് കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? ഒരു ഏജൻറ്റും ഇല്ലാതെ, അവർക്ക് ഏജൻറ്റില്ല, ഏജൻറ്റിന് 2 ലക്ഷം രൂപ പോകത്തില്ലേ, ഒരു ഏജൻറ്റും ഇല്ലാതെ ഒറ്റയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടി പണിയെടുത്ത് വിസ, ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും വിസ. ശ്രദ്ധിക്കട്ടെ. നിങ്ങളെ കർത്താവിൻ്റെ ഈ എന്താണ് ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞ പോലെ, അതായത് നിങ്ങൾ സ്വന്തം നാട്ടുകാരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉടനെ വിശ്വാസം മറക്കും. എന്നിട്ട് പിന്നെ അവിടേക്കൊന്ന് മുങ്ങിയിട്ട്
വേറെ രാജ്യത്ത് പോയി നിങ്ങളെ പരിചയമുള്ള സ്ഥലത്ത് പോയി പ്രേക്ഷിത വേറെ ചെയ്യും. ഇതൊരു നട്ടലില്ലായ്മയാണ്. ശരിക്കും നട്ടലിനോടുകൂടി കർത്താവിൻ്റെ തിരുസന്നിധി വന്നിട്ട് ഞാൻ വിശ്വാസിയാണ് എന്ന് ഏറ്റു പറയുന്ന സമയത്ത് വെച്ച് ദൈവം നിങ്ങളെ ഏറ്റെടുക്കും. കൈയിടിച്ച് കർത്താവ്. അതിലൊരു ദൈവസ്നേഹമുണ്ട്. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു ക്ലേശം, ഒരു ആക്ഷേപം, അപമാനം ഏറ്റെടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? നമുക്ക് വേണ്ടി അപമാനം ഏറ്റെടുക്കുന്നവൻ്റെ കൂടെ നമ്മൾ അവനോട് കൂടെ നമ്മൾ ഐക്യ രൂപപ്പെടുകയാണ് ചെയ്യേണ്ടത്. കർത്താവിന് വേണ്ടി ഒരു ഈശ്വരനെ ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ വന്നിരിക്കണത് എങ്ങനെയാണ്? ആരെങ്കിലും പത്രം തന്നു കാണും, അതാണ് സംഭവം. അപ്പോഴവർ നാനോ മണോ നോക്കാതെ കർത്താവിൻ്റെ ചെയ്തപ്പോഴാണ് നിങ്ങൾക്കത് കിട്ടിയതും നിങ്ങളിവിടെ വന്നതും. ഇനി സത്യദാസൻ്റെ ജീവിതം ഒരു കാര്യം, ജീവിതം കൈവിട്ട് പോയാലേ ഒരു അവസാന വാക്കല്ല, അവസാന വാക്ക് കർത്താവിൻ്റെ വാക്കാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം കേട്ട്, അതായത് അനിഷ വടക്കാഞ്ചേരി തൃശ്ശൂർ. അനിഷയുടെ വിഷയം എന്താണെന്നറിയാവോ? അനിഷ 4.5 കൊല്ലമായിട്ട് അനിഷയ്ക്ക് മക്കളില്ല. 4.5 കൊല്ലമായിട്ട് അനിഷയ്ക്ക് മക്കളില്ല. അപ്പം എന്താ പ്രശ്നം? അവർക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. ശരീരത്തിന് തിന്നുന്ന ഒരു തരം സംഭവമാണ്, മരുന്നില്ല അതിന്. അപ്പം അതിന് ജീവിതം കോശങ്ങൾ ദ്രവിക്കാതിരിക്കാനും കോശങ്ങൾ കോശത്തെ തിന്നാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധ മരുന്നുണ്ട്. അതിങ്ങനെ കഴിച്ചു വരുമ്പോൾ പിന്നെ വേറൊരു ശരീരമായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രഗ്നൻ്റ് ആകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ല, മരുന്ന് നിർത്തിയാൽ നീ മരിക്കും, മരുന്ന് നിർത്തിയില്ലെങ്കിൽ കൊച്ചു മരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ലെന്ന് മനുഷ്യർ പറയുമ്പോൾ അവരെന്താ ചെയ്യണത്? അവർ വന്നിട്ട് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ്? അമ്മ ഇന്നിപ്പോൾ കേരളത്തിൽ ആരെയും ഇങ്ങനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ പറ്റത്തില്ല. കേരളത്തിലുള്ളവർ വിശ്വാസമുള്ളവരാണ്. അതെന്താ പറയുക? അവർ പറയും ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഇത് കാണട്ടെ, അമ്മയെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു, നീ ഒരു പണി ചെയ്യും, ഞാൻ മരുന്ന് നിർത്താൻ നിൽക്കണ്ട, അത് പ്രശ്നമൊന്നുമില്ല, ഉടമ്പടിത്തേലും വയറ്റിൽ തേക്കാൻ പറയും. ഉടമ്പടിത്തേലും ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. അപ്പോഴെന്നെ സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴവളെ ഇരട്ട പ്രസവിച്ചിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ. അതാണ് ഞാൻ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. സാക്ഷ്യം കേട്ടിട്ട് അത് 2 കൊച്ചുങ്ങളായപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സിസേറിയനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു സിസേറിയൻ അല്ല, ഇത് സിസേറിയൻ അല്ല. എന്താ പറഞ്ഞത്? അവളുടെ മാതാവ് ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് സിസേറിയൻ അല്ല, 8-ാം മാസത്തിൽ നീ 2 കുഞ്ഞുങ്ങളെയും പ്രസവിപ്പിക്കുമെന്ന് പറഞ്ഞു. 2 പേര് നോർമലായിട്ട്. ഈ മനുഷ്യന്മാരുടെ വിശ്വാസം പഴയ കാലത്തിനേക്കാൾ ശരിക്കും കൂടിയുണ്ട്. ഉടമ്പടിയുടെ ഒരു കാലം വന്നപ്പോൾ പണ്ടത്തെ ഇന്ന് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് വിശ്വാസം പ്രയോഗിക്കുകയല്ലേ ആൾക്കാർ. അതിന് കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് ആ വിഷയത്തിൽ ഉള്ള എന്താണെന്ന് നോക്കിയിട്ട് അത് ചെലുത്തുകയാണ്. അപ്പോൾ വിശ്വാസം പ്രയോഗിക്കുന്നൊരു കാലമാണിത്. ഇപ്പം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്? ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്താണ്? പ്രസൻസ് അല്ലേ, ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് കിട്ടണത്? നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുന്നത് സൽപ്രവർത്തികളിലൂടെയാണ്. നീ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താ? തോബിത്ത് എന്താ പറയണത്? 12:12 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തോബിത്ത് 12:13 ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞേ. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സത്പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ജ്വലിപ്പിക്കുന്ന വചനമല്ലേ തോബിത്ത് 2:12-13 ഇന്ന് വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. അതെ, തോബിത്ത് എന്ന് പറയണത് ഒരു താപസനായ ഒരു മനുഷ്യനാണ്. ഇസ്രായേൽക്കാരുടെ കാലത്ത്, ഇസ്രായേൽ തകർന്നു പോയൊരു കാലത്ത് ജീവിച്ച ഒരാളാണ്. അവരെല്ലാവരും ദേവാലയമൊക്കെ ഇടിച്ച് നിരത്തി എല്ലാവരും ഡിയാസ്പൊറയിൽ പോയി ഒളിച്ചോടിയൊക്കെ. ഇപ്പോൾ മണിപ്പൂരിൽ നിന്നൊക്കെ നമ്മുടെ ആൾക്കാർ പോകുന്നില്ലേ മണിപ്പൂരിൽ നിന്ന്? മണിപ്പൂരിലെ അബദ്ധത്തിൽ കേരള സഭയ്ക്ക് അബദ്ധം പറ്റുമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ മണിപ്പൂർ ആദ്യമേ തന്നെ വിശ്വാസികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ബോധപൂർവമായിട്ട് വർക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞത് വർഗീയ കലഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ പിന്തിരിഞ്ഞു നിന്ന് എന്തോ താല്പര്യത്തിൻ്റെ പേരിൽ എന്തോ ആയിക്കൊള്ളട്ടെ. ഇപ്പോഴും സത്യം മനസ്സിലായില്ലേ? വിശ്വാസികളെ തിരഞ്ഞു പിടിച്ചവരെ കൊല്ലുകയും
അതേസമയം തന്നെ വംശഹത്യ നടത്തുകയും ചെയ്യുന്ന ഒരു ഇവാക്യുവേഷൻ നടപടിയാണ് നടക്കുന്നത്. അത് പലതരത്തിലുള്ള മറ്റ് രാജ്യങ്ങളിലൊക്കെ നടന്ന പോലെ, ഒരു കാലത്ത് സിറിയയിലൊക്കെ നടന്ന പോലെയുള്ളൊരു ഇവാക്യുവേഷൻ നടപടിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വളരെ ശക്തമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ മണിപ്പൂർ മിക്കവാറും ഇന്ത്യ മുഴുവൻ അത് ട്രെൻഡാണ്. മണിപ്പൂർ ഒരു ട്രെൻഡാണ്. ഒരു വിശ്വാസ സമൂഹത്തെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു രഹസ്യ നിഗൂഢമായ അജണ്ടയുടെ ഒരു പരീക്ഷണശാലയാണത്. അവിടെ പ്രതിലോമ ശക്തികൾ വിജയിച്ചുകൊണ്ട് ഒരു വിശ്വാസ സമൂഹം തുടച്ചു നീക്കാൻ കഴിഞ്ഞാൽ ആ തുടച്ചു നീക്കൽ ഇന്ത്യ മുഴുവനും ഉണ്ടാകും. ഇതൊരു പ്രവചനമാണ്, നിങ്ങൾ കരുതിക്കോ. അതുകൊണ്ട് സഭ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി 2 പിതാക്കന്മാർ ഇവിടെ വന്നു. എൻ്റെ പിതാവും ജെയിംസ് ആനാവർമ്മ തിരുമേനിയും, അതുപോലെ തന്നെ കൊല്ലം പിതാവ് പോൾ മുല്ലശ്ശേരി പിതാവ്. അപ്പോൾ ഞാൻ പിതാക്കന്മാരോട് പറഞ്ഞു, പിതാക്കന്മാരെ, ആദിമസഭയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളുടെ ഏറ്റവും വലിയ നമ്മളുടെ ഇനിയുള്ള ജീവിതത്തിൽ നിലപാടെന്ന് വെച്ചാൽ ആദിമസഭ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ഒരു രഹസ്യ അജണ്ടയും ഒരു അടവ് നയവും ഒന്നുമില്ലാതെ ആത്മാവിൻ്റെ നയത്തിൽ പ്രവർത്തിച്ചതാണ്. ഇപ്പം അടവ് നയത്തിലല്ലേ സഭ പ്രവർത്തിക്കണത്. പക്ഷേ ആത്മാവിൻ്റെ നയത്തിൽ പ്രവർത്തിച്ച ആദിമസഭ 10 വർഷം ജയിലിൽ കിടന്ന കാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന സഭയാണ് സഭയുടെ കരുത്ത്. അല്ലാതെ സംഘടിത സഭയേക്കാൾ ഉപരി പ്രാർത്ഥിക്കുന്ന സഭയായിട്ട് സഭ കൺവേർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ലാത്ത കാലമാണ് ഇവിടെ. നമ്മൾ രക്ഷിക്കാൻ ദൈവം മാത്രമാണെന്നുള്ളത് തിരിച്ചറിയേണ്ട അപ്പോസ്തലന്മാരാണെന്ന് ഞാൻ പിതാക്കന്മാരോട് കാഷ്വാലിറ്റി ആയിട്ട് പറഞ്ഞു. പക്ഷേ പിതാക്കന്മാർ സമ്മതിച്ചു. എന്താ കാര്യം? പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എൻ്റെ ബിഷപ്പ് ഹൗസിലൊക്കെ ഉള്ള പ്രാർത്ഥനകളെക്കുറിച്ച് അവരെന്നോട് സംസാരിച്ചു. ഞാൻ നിങ്ങളോടും പറയുന്നു, നമ്മൾക്ക് ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ പോലും അവിടെ കറക്റ്റായിട്ട് ആൾക്കാർ പട്ടാളത്തെ നിയമിച്ചിട്ടുണ്ട്. എങ്കിലും അതേസമയം തന്നെ അവിടെ നരവേട്ട, വിശ്വാസവേട്ട നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ സമയത്തൊക്കെ പരസ്പരം കുറ്റം പറഞ്ഞ് ആരുടെയും പഴിചാരുന്നതിന് പകരം പരസ്പരം പറ്റുന്ന തരത്തിൽ പ്രാർത്ഥിച്ച് അവരുടെ നടപടിക്രമങ്ങളെയും, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി, അവരുടെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞെങ്കിൽ അങ്ങനെ ദൈവപുത്രക്കടുത്ത സമാധാന ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായാൽ, അത് ഏത് ഗവൺമെൻറ് ആയാലും ഏത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും അതുപോലെ തന്നെ പരസ്പരം പറഞ്ഞ് വിഘടിപ്പിച്ച് വീണ്ടും പുണ്ണിനെ ചിരണ്ടി പഴുപ്പിക്കുന്നതിന് പകരം നിങ്ങളെല്ലാവരും അപ്പോസ്തല തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നമ്മളെ പരിശുദ്ധ അമ്മ ജീവനോടെ മധ്യസ്ഥം വഹിക്കുന്ന ഈ സമയത്ത്, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് മണിപ്പൂരിന് വേണ്ടി എവിടെയെല്ലാം വിശ്വാസത്തിൽ എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു, വിശ്വാസികൾ എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നു, എവിടെയെല്ലാം രക്തസാക്ഷികളാകുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എന്നതുപോലെ, പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൽ എന്നതുപോലെ അപ്പോസ്തലൻ ഇപ്പോൾ കർത്താവേ ഞങ്ങളെല്ലാ സഭകളെയും, മണിപ്പൂരിലെ സഭയെയും നാട്ടിലെ സഭകളെയും അതുപോലെ തന്നെ ലോകം മുഴുവനുമുള്ള എല്ലാ സഭകളെയും കർത്താവെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എവിടെയെല്ലാം വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു, എവിടെയെല്ലാം വീടും കൂടി നഷ്ടപ്പെട്ടവർ ഓടേണ്ടി വരുന്നു, പാലായനം ചെയ്യപ്പെടുന്നു, എവിടെയെല്ലാം വേരുകൾ കർത്താവ് പറിച്ചറിയപ്പെടുന്നു, തൂത്തെറിയപ്പെടുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ പരിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ വീണ്ടെടുത്തതുപോലെ അവരെ തിരഞ്ഞെടുക്കണമേ, സംരക്ഷിക്കണമേ, സൂക്ഷിക്കട്ടെ. ഇപ്പോൾ ഉടമ്പടിയിൽ 40% സൽപ്രവൃത്തികളുണ്ട്, 40% ജീവകാരുണ്യ പ്രവൃത്തികളും 40% സുവിശേഷ പ്രവൃത്തികളാണ് ഉള്ളത്. ഇതാണ് ഉടമ്പടി പറയുന്ന സൽപ്രവൃത്തികൾ. എന്താണ് നമ്മൾ തോബിത്ത് 12:14-13 വായിച്ചത്? നിൻ്റെ സൽപ്രവൃത്തികൾ എനിക്ക് അജ്ഞാതമായിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോഴേ തോബിത്ത് എന്താ ചെയ്തത്? ഒരു പെന്തക്കോസ്ത തിരുനാൾ ദിവസമാണ്. വിഭവസമർത്ഥമായ മേശ, ആ ഭക്ഷണം കൊണ്ട് മേശ നിറഞ്ഞിരിക്കുക. അപ്പോൾ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ കൊച്ചു തോബിയോട് പറഞ്ഞു, നമ്മുടെ ആൾക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ നീ വിളിച്ചോണ്ട് വാ, അവർ വരുന്നിടത്തോളം കാലം ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാം. മനസ്സിലായില്ലേ? കണ്ടില്ലേ? യേശുക്രിസ്തുവിന് മുമ്പുള്ള നല്ല മനുഷ്യരെക്കുറിച്ച് കണ്ടില്ലേ? തോബി, ദൈവത്തെ അറിയുന്ന മക്കൾ. പെന്തക്കോസ്ത ദിവസമാണ്, യഹൂദൻ്റെ ഏറ്റവും ശക്തമായ ആഘോഷ ദിവസമാണ്. അപ്പോൾ വിഭവസമർത്ഥമായ ഭക്ഷണം കൊണ്ട് മേശ നിറഞ്ഞിരിക്കുമ്പോൾ തോബിത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ മകനോട് പറയും,
ഞാൻ ഭക്ഷണം കഴിക്കുന്ന മുമ്പ് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പട്ടണങ്ങളിൽ അരഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് വാ, അവർ വരുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാം. ഓ, എന്തൊരു മനസ്സാണ്, എന്തൊരു സഹോദര സ്നേഹമാണ്. അപ്പോൾ ഉടനെ അവൻ പോകുമ്പോൾ അവൻ പോയിട്ട് പെട്ടെന്ന് പട്ടണത്തിൽ പോയി നോക്കിയിട്ട് പോയി അണച്ച് പെട്ടെന്ന് വരും. എന്താ പറയും, ഒരു മൃഗത്തെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നിട്ടിരിക്കണം അവിടെ. അയ്യോ എന്ന് പറയുമ്പോൾ അപ്പോഴ് ഞാൻ ഭക്ഷണം തൊട്ട് നോക്കുക പോലും ചെയ്യാതെ അങ്ങോട്ട് ഓടിയെന്നാണ് ഉച്ചക്ക്. പിന്നെ ആ ആളെ സാപത്തല്ല, മറവ് ചെയ്യാൻ പറ്റത്തില്ല. സൂര്യൻ അസ്തമിക്കത്തോളം കാലം ആ ജഡം മറച്ച് വെച്ചിട്ട് അവിടെ കുത്തിയിരുന്നു. അവിടെയാണ് പ്രശ്നം. അപ്പോൾ സൽപ്രവൃത്തിയാണ്. ഇങ്ങനെ നീ ചെയ്യുന്ന സൽപ്രവൃത്തികൾ അത് രഹസ്യമായാലും എനിക്ക് അജ്ഞാതമല്ലെന്നാണ് കർത്താവിൻ്റെ വചനം. ആ സൽപ്രവൃത്തി മാത്രം വായിച്ച് 12-13 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. കാരണം എന്താണ്? ആ സൽപ്രവൃത്തി നീ ചെയ്യുമ്പോൾ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയത്തില്ലേ നിങ്ങൾ രോഗികളെ പോയി കാണണം, ആശുപത്രിയിൽ പോയി കാണണമെന്നൊക്കെ. നിങ്ങൾ നഗ്നന്മാർക്ക് വസ്ത്രം കൊടുക്കണം. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ എനിക്ക് വിശന്ന് നിങ്ങൾക്ക് ഭക്ഷണം തന്നെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി എന്തുമാത്രം ആൾക്കാരാണ് ഇന്ന് പാപ്പടർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഓർക്കുക, അത് ഉടമ്പടി പ്രകാരം കൊടുക്കുമ്പോൾ ഉടമ്പടിയുടെ ഒരു ചിറ്റവൃത്തിയായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. മറിച്ചെന്താണ്, ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഉടമ്പടി ലക്ഷ്യം വെക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അത് നമുക്ക് സമർത്ഥമായി ലഭിക്കുന്ന സൽപ്രവർത്തികളിലൂടെയാണ്. കൈയടിച്ച് കർത്താവ് എല്ലാവരും എഴുന്നേൽക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ കൈ നെഞ്ചത്ത് വെച്ചും വേറെ വെച്ചും ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാനും എൻ്റെ രോഗാതുരമായ സ്ഥലങ്ങളിൽ എൻ്റെ കൈകൾ വെച്ചു, എന്നെ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഒരു സാക്ഷി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവം പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. നമ്മൾക്ക് തന്ന വെളിപാടനുസരിച്ച് നമ്മളിപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. നിനക്ക് എവിടെയാണ് രോഗമുള്ളത്? ഈ ഓൺലൈനിൽ പ്രാർത്ഥന കേൾക്കുന്നവരും ഈ പ്രാർത്ഥന എപ്പോൾ കൂടിയാലും നിങ്ങൾ കൂടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മക്കൾ കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ 1, 2, 3 രോഗങ്ങളുള്ള മക്കളുണ്ടാകും. അവിടെ എല്ലാം മാറ്റി മാറ്റി വെച്ച് വിശ്വാസ പ്രമാണം അറിയാവുന്നവർ വിശ്വാസ പ്രമാണം ചൊല്ലിയും അല്ലാത്തൊരു യേശുവേ രക്ഷക എൻ്റെ രോഗങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രോഗസൗഖ്യമായി നേടാവുന്നതാണ്. ശ്രുതികട ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 36 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. 36 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസാൽത്താറെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ഓരോ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കണം കർത്താവേ. സിസ്റ്റ് രോഗികളുമെന്ന് കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കണ്ണിന് കാഴ്ച മൂടുന്നവരെ കുറയുന്നവരെ കണ്ണുകളെ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവേ. മൂക്കിലെ അഡിനോയിഡ് രോഗികളെ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ക്യാൻസർ രോഗികളെ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നടുവെല്ല് എല്ല് വളരുന്നവരെ, എല്ല് ഉന്തിയവരെ അവിടെ എല്ലാം സ്പർശിക്കണ കർത്താവേ. ശരീരത്തിൽ മുഴയുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. വായു നാറ്റമുള്ളവരെയും വായു ശിഷ്ടമുള്ളവരെയും വായു ക്യാൻസറുള്ളവരെയും സ്പർശിക്കണ കർത്താവേ. ശ്വാസകോശ രോഗികളെ സ്പർശിക്കണ കർത്താവേ. ശ്വാസകോശ രോഗികളെ, ഹൃദയ രോഗികൾ, പ്ലീഹ രോഗികൾ, കരൾ രോഗികളെ സ്പർശിക്കണ കർത്താവേ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം, വിശുദ്ധമായ വിശുദ്ധ രക്തം കർത്താവ് ശരീരം തളിക്കപ്പെടട്ടെ. കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിരട്ടെ. വാദരോഗികളെ, വിസർപ്പ രോഗികളെ, സോറിയാസിസ് രോഗികൾ, പിസ്തുലായ രോഗികൾ, PCOD രോഗികൾ, RSS രോഗികളെ, മക്കളില്ലാത്തവർ കർത്താവേ
കർത്താവ്, ഓട്ടിസത്തിൻ്റെ രോഗമുള്ളവർ കർത്താവ്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർ കർത്താവ്, അപസ്മാര രോഗികൾ, ത്വക്ക് രോഗികൾ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, തീരവേദികൾ, യേശുവിൻ്റെ നാമത്തിൽ മനോരോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവരെ, ജപ്തി നടപടിയെ നേരിടുന്നവരെ, ജീവിത പങ്കാളിയെ കാണാത്തവരെ, ചിലരൊക്കെ ഈ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു ഭർത്താവ് കാണാനില്ലെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ അകന്ന് താമസിക്കുന്ന ദമ്പതികൾ, ഇപ്പോൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദമ്പതികൾ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, കൈകാലുകൾ കൊച്ചി പിടിക്കുന്നവരെ, കൈകാലുകളെ ശോഷിച്ചു പോകുന്നവരെ, തല വലിയ ഉടല് ചെറിയ കുഞ്ഞുങ്ങൾ, ഉടൽ വലിയ തല ചെറിയ കുഞ്ഞുങ്ങൾ, കിടപ്പ് രോഗികളെ കുഞ്ഞുങ്ങൾ, മറിഞ്ഞ് തിരിഞ്ഞ് കിടക്കാത്തവർ, നിരങ്ങാത്ത കുഞ്ഞുങ്ങൾ, ഗർഭിണിയുടെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നവർ, ഗർഭിണികളിൽ കൺവെൻഷൻ രോഗമുള്ളവർ, കുഞ്ഞ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കിടപ്പ് രോഗികളാണ് ഗർഭിണികൾ, മക്കളില്ലാത്തവർ കർത്താവ്, ഗർഭസ്ഥ ശിശുക്കൾക്ക് രോഗമുള്ളവർ കർത്താവ് സ്പർശിക്കണേ കർത്താവെ. മുടി വല്ലാണ്ട് കൊഴിയുന്നവർ, ഉറക്കമില്ലാത്തവർ, ശരീരം ചൂടാകുന്നവർ, എപ്പോഴും കലഹമുള്ള ഭവനങ്ങൾ എല്ലാം കർത്താവെ, ഞാൻ നിനക്ക് മുമ്പേ പോവുകയും പിത്തളവാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടുക്കുകയും മലകൾ നിരപ്പാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തി ചൈതന്യം നിന്നിലേക്ക് ആവശ്യപ്പെട്ട് കർത്താവ് സംരക്ഷിക്കട്ടെ. എല്ലാ വിടുതലും, എല്ലാ സങ്കടങ്ങളും, എല്ലാ വിഷമതകളും, തകർച്ചകളും, തടസ്സങ്ങളും യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദ്യമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃഷി ഉദ്യമങ്ങൾ, ചിലരുടെ ഏലപ്പാടങ്ങൾ അതുപോലെ നശിച്ചു പോയിട്ടുണ്ട്, അവർ ജപ്തിയായി പോയിട്ടുണ്ട്. ചില റബ്ബർ തോട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ ബോട്ട് കയറ്റി വെച്ചിരിക്കുന്നു, അതിൻ്റെ പേരിലുണ്ടാകുന്ന പട്ടിണികൾ. അതേസമയം തന്നെ വള്ളംകാർ കടലിട്ട് ഇറങ്ങാൻ പോകുന്നു. ഈ ഒരു ചാകര മാത്രമാണ് അവരുടെ ഏക പ്രതീക്ഷ. ഓരോരോ സംരംഭങ്ങളും ഉദ്യമങ്ങളും തുടങ്ങാൻ പോകുന്നവരെ, വരുമാന മാർഗങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പാടില്ലാതെ ഓരോരോ ഉദ്യമങ്ങൾ ചെയ്യുന്നവരെ, ഇതെങ്ങനെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതെല്ലാം ഒരുക്കി വിറ്റും തൂക്കി വിറ്റും പണയം വെച്ചുമൊക്കെ ഓരോ ജോലികൾ ചെയ്യുന്നവരെ, പൗൾട്രി ഫാം, പന്നി ഫാം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ജനങ്ങളതുകൊണ്ട് ചെയ്യിക്കാത്തതിൻ്റെ പേരിൽ ചെയ്യാൻ പറ്റാതെ പലിശ കൂടി വരുന്നവർ, ഇങ്ങനെ പൊറുതിമുട്ടുന്ന മനുഷ്യർ, ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൊറുതിമുട്ടുന്ന മനുഷ്യർ, അതുപോലെ മദ്യപാനത്തെ ആശ്രയിക്കുക കാരണം ഒരു പണിയിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കാരണം ഒരു പണിയിലോ പ്രാർത്ഥനയിലോ പഠനങ്ങളിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കുടുംബങ്ങൾ, കുടുംബത്തിൻ്റെ ഭാവി ഇരുണ്ടായിരിക്കുന്ന അവസ്ഥകളിൽ പരിശുദ്ധ അമ്മ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരീക്ഷ എല്ലാം കഴിഞ്ഞു, റിസൾട്ടെല്ലാം വന്നു, കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിന് വേണ്ടി പരക്കം പായുന്നു. ചിലർക്ക് ഉപരിപഠനത്തിന് എന്താണ് പഠിക്കേണ്ടതെന്ന് ഇപ്പോഴും മനസ്സിലാകാത്തവരുണ്ട്. ചിലർ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടുള്ളത് തെറ്റിപ്പോയവരുണ്ട്. ചിലർ ഒരു സ്ഥലത്ത് മാത്രം അപേക്ഷിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് അപേക്ഷിക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് മാത്രം അപേക്ഷിച്ചിരിക്കുന്നവരുണ്ട്. ഇങ്ങനെയെല്ലാം പലതരത്തിൽ വിഷമിക്കുന്നവർ, ചിലർ ഓഫർ ലെറ്റർ വന്ന് പൈസയും കൊടുത്ത് വിസ വന്നിട്ടില്ല,
ചിലർക്ക് തിരിച്ചു പോയവർ തന്നെ അവർ യഥാർത്ഥത്തിൽ ജോലിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരും എഴുതാൻ പോകുന്നവരും അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, നാട്ടിൽ OIT IELTS MOHM ആദ്യം PSC ഒക്കെ എഴുതിയിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇങ്ങനെ ഓരോരോ തരത്തിലും ബാങ്കിൽ അന്വേഷിച്ചിട്ട് പണം കിട്ടാതിരിക്കുന്നവർ, അടുത്ത കുഞ്ഞിനെ പഠിപ്പിക്കാൻ മാർഗമില്ലാതിരിക്കുന്നവർ, ഇവിടെ പോകുന്നുള്ള ജീവിതത്തിൻ്റെ മുന്നിൽ അന്താളിച്ചും പകച്ചും നിൽക്കുന്നവരെ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ നിറയണമേ, ആരാധന, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത വ്യക്തികൾ, മുതിർന്ന വ്യക്തികൾ, വിവാഹം ഒത്തുവരാത്തവർ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങളും വ്യാപാരശാലകളിലും പണം മുടക്കിയിട്ട് പണം തിരിച്ചു കിട്ടാത്തവർ, കച്ചവടമില്ലാത്തവർ, കുടുംബ ചെലവ് കഴിയുന്നതിന് പോലും കടം മേടിച്ച് കഴിയുന്നവരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്, അവർക്ക് ജോലി ഇതുവരെ കിട്ടാത്തത് കാരണം. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കോടതിയിൽ കേസ് കിടക്കുന്നവരുണ്ട്, കേസിന് പോകുന്നവരുണ്ട്, ഇതുവരെ കേസ് പിടിക്കാത്തവരുണ്ട്, ജഡ്ജ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാരുടെ വീടുകൾ തമ്മിൽ കലഹത്തിലും അകൽച്ചയിലും കഴിയുന്നവരുണ്ട്. മക്കൾ പലതരത്തിലുള്ള സ്വഭാവങ്ങളിലും ശീലങ്ങളിലും ബന്ധനങ്ങളിലും അകപ്പെട്ടു പോയ മക്കളുണ്ട്. കുടുംബത്തിന് മക്കൾ നഷ്ടപ്പെട്ടവരും മക്കൾക്ക് കുടുംബം നഷ്ടപ്പെട്ടവരുമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങിയിരിക്കുന്ന നരകതുല്യമായ ജീവിതാവസ്ഥയിൽ കടന്നു പോകുന്നവരുണ്ട്. എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ വലിയ സത്യത്തിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ത്തിലും ഭീതിയിലും കഴിയുന്നവരുണ്ട്. കടൽക്ഷോഭത്തിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. കടലല്ലെങ്കിൽ സീവാളില്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന മക്കളുണ്ട്. അവർ മേലോട്ട് നോക്കുമ്പോൾ അവിടെ ചങ്ക പിടച്ചു പോകും. എപ്പോഴാണ് കടലിൽ ഞങ്ങളുടെ വീടും കൊണ്ട് പോകണത്? ഞങ്ങളിനി എപ്പോഴാണ് ഈ തീരത്ത് നിന്ന് അസ്തമിച്ച് പോകണമെന്നറിയാതെ നിസ്സഹായ നിൽക്കുന്ന മക്കൾ, മലമ്പ്രദേശങ്ങളിലെല്ലാം താമസിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലങ്ങൾ ഉരുൾപൊട്ടിയതിൽ അടുത്ത് താമസിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയം വന്നപ്പോൾ അവിടെ നിന്ന് പോകേണ്ടി വന്ന മക്കളും, എല്ലാ കാലത്തും മഴ വരുമ്പോൾ പ്രളയമായി പോകുന്ന സ്ഥലങ്ങൾ, അതെല്ലാം ശാശ്വതമായി പരിഹരിക്കാൻ ഒരു വഴിയും കാണാതെ ഭരണകൂടം പകച്ചു നിൽക്കുന്ന സമയങ്ങൾ ദൈവമേ അങ്ങയ്ക്ക് മാത്രമേ അങ്ങയുടെ മക്കളെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവെ, പ്രളയഭൂമി ജീവിക്കുന്ന, ഉരുൾപൊട്ടുന്ന ഭൂമി ജീവിക്കുന്ന, കടൽ കയറുന്ന ഭൂമി ജീവിക്കുന്ന, പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ ജീവിക്കുന്ന മക്കളെ നീ പൂർണ്ണമായി ഏറ്റെടുക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. എസെക്കിയേൽ 37:14, പുറപ്പാടിൻ്റെ 33:14, നിൻ്റെ മണ്ണിൽ ഞാൻ നിന്നെ നിക്ഷേപിക്കും. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാ പറഞ്ഞത്, നിൻ്റെ ജീവിതത്തിന് അനുകൂലമായ ജോലി, നിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ എസെക്കിയേൽ 37:14 പറഞ്ഞിരിക്കുന്നത് പോലെ നിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് നിന്നെ ഞാൻ നിർത്തുമെന്ന്. കർത്താവ്, ഈ വാക്കുകളെല്ലാം ഞങ്ങളെ വിശ്വസിക്കുന്ന, ഈ വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതിനുവേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ തോബിത്തിൻ്റെ 12:13 അനുസരിച്ചുകൊണ്ട് നിൻ്റെ സാന്നിധ്യം, നിൻ്റെ സൽപ്രവൃത്തികൾ എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാനവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ കർത്താവ് സാന്നിധ്യം എല്ലാ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കണമേ. എല്ലാവർക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായ
ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷൻ കിട്ടാനും കർത്താവെ, ജോലി ലഭിക്കാനും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിന്റെ നാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴ് അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വയ്ക്കുന്ന സമയത്ത്, ദിവ്യകുമാരൻ്റെ മുന്നിലായിരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഓർക്കുക. അച്ഛൻ അത് പ്രാർത്ഥിച്ച പോലെ തന്നെ ഇപ്പം നിങ്ങൾക്കും പ്രാർത്ഥിച്ച ഈശോ നിങ്ങളെ സഹായിക്കുക. എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണീരോടെ ഓർത്ത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോയ്ക്ക് ഏൽപ്പിക്കുക. നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ